हम तो रखते हैं मुसलमानों का दीन, दिल से है खुदा में खत्मुल मुरसलीन, दिल से है खुदा में खत्मुल मुरसलीन, खत्मुल मुरसलीन। ഔസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രേക്ഷകരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രേക്ഷകരെ, ഇന്ന് ജൂലൈ 11, 2016 ശനിയാഴ്ച. ഇന്ന് ഇന്ത്യയിൽ രാത്രി 10 മണിയാണ്. GMT അനുസരിച്ച് ഇപ്പോൾ വൈകുന്നേരം 4:30 മണിയാണ്. പ്രേക്ഷകരെ, ഇത് രാഹുദ പ്രോഗ്രാമിൻ്റെ സമയമാണ്. പ്രേക്ഷകരെ, ഇന്ന് കാദ്യാൻ ദാറുൽ അമറിൽ നിന്ന് ലൈവ് ഡിസ്കഷൻ പ്രോഗ്രാമിൻ്റെ 4 പ്രോഗ്രാം അടങ്ങുന്ന പ്രോഗ്രാമുമായിട്ട് ഞാൻ നിങ്ങളുടെ സമക്ഷം വന്നിരിക്കുകയാണ്. ഇന്ന് രണ്ടാമത്തെ എപ്പിസോഡാണ്. ഈ സീരീസിൽ ഞങ്ങൾ ബനി അഹമ്മദിയ പ്രസ്ഥാന സ്ഥാപക മിർ സാഹിബ് ഗുലാം അഹമ്മദ് സാഹിബ് ഖാദിയാനി അലൈഹി സ്വലാത്തു വസ്സലാം വാഗ്ദത്ത് മസീഹ് മഹദി അലൈഹി സ്വലാമിൻ്റെ ഗ്രന്ഥമായ സറൂറത്തുൽ ഉമാം എന്ന ഗ്രന്ഥത്തെ സംബന്ധിച്ച് ചർച്ച നടത്തുന്നതാണ്. പ്രേക്ഷകർക്ക് അറിയുന്നത് പോലെ പ്രോഗ്രാം രാഹുദ അത് ലൈവിനോടൊപ്പം തന്നെ ഒരു ഇൻറ്ററാക്റ്റീവ് പ്രോഗ്രാം കൂടിയാണ്. അതായത് നമ്മുടെ പ്രേക്ഷകർക്ക് തങ്ങളുടെ ചോദ്യങ്ങൾ മുഖേന ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാവുന്നതാണ്. നമ്മൾ സ്റ്റുഡിയോ ഡിസ്കഷനോടൊപ്പം നമ്മുടെ പ്രേക്ഷകരുടെ ചോദ്യങ്ങൾ നമ്മുടെ അടുക്കൽ ഇവിടെ സന്നിഹിതരായിരുന്ന പണ്ഡിതന്മാരുടെ പാനൽ വെക്കുകയും നമ്മുടെ പണ്ഡിതന്മാർ ഈ പ്രോഗ്രാമിലൂടെ നമ്മുടെ പ്രേക്ഷകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നതുമാണ്. നമ്മളുമായി ബന്ധപ്പെടുന്നതിന് വേണ്ടി ടെലിവിഷൻ സ്ക്രീനിൽ കാണുന്ന നമ്മുടെ കോൺടാക്റ്റുകളുടെ വിശദാംശങ്ങൾ അവർക്ക് വായിക്കാവുന്നതാണ്. നമുക്ക് ടെലിഫോൺ ലൈൻ മുഖേനയും ബന്ധപ്പെടാവുന്നതാണ്. അതുപോലെ തന്നെ ടെക്സ്റ്റ് മെസ്സേജ് മുഖേനയും ഫാക്സ് മെസ്സേജ് മുഖേനയും ഇമെയിൽ മുഖേനയും ബന്ധപ്പെടാവുന്നതാണ്. പ്രേക്ഷകർ, ഇന്നത്തെ ഇപ്പോൾ എൻ്റെ കൂടെ ഇരിക്കുന്ന പണ്ഡിതന്മാരെ ഞാൻ പരിചയപ്പെടുത്താം. മൊഹത്തറം മൗലാന ഹമീദ് കൗസർ സാഹിബ്, മൊഹത്തറം മൗലാന ഷേഖ് മുജാഹിദ് സാഹിബ് ഇന്ന് നമ്മോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്നതായിരിക്കും. ഞാൻ അവർ രണ്ടുപേരെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രേക്ഷകരെ, അള്ളാഹുവിൻ്റെ സുന്നത്താണ് അവൻ എല്ലാ കാലഘട്ടത്തിലും തൻ്റെ ജനങ്ങളുടെ മാർഗദർശനത്തെ ഒരു വ്യക്തി നിശ്ചയിക്കുന്നു. അദ്ദേഹം ജനങ്ങളെ ഏകദൈവത്തിലേക്കും അതുപോലെ മനുഷ്യസേവനത്തിലേക്കുമായി ക്ഷണിക്കുന്നു. ദീനിൻ്റെ യഥാർത്ഥ റൂഹ് അദ്ദേഹം വീണ്ടും നിലനിർത്തിക്കൊണ്ടുവന്നു. ഈ ഗ്രന്ഥം ഇതാണ് വിശദീകരിക്കുന്നത്. ഈ കാലഘട്ടത്തിൻ്റെ ഇമാമിൻ്റെ ആവശ്യത്തെ സംബന്ധിച്ച് തെളിവുകൾ നിരത്തുന്നു. ഈ പ്രോഗ്രാം രാഹുദയിൽ ഈ സുപ്രധാന വിഷയത്തെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കാം. ഇതുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ ചോദ്യം മുഹമ്മദ് ഹമീദ് കൗസർ സാഹിബിനോടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അരുൾ ചെയ്തിരിക്കുന്നു, ഏതൊരു വ്യക്തിയാണോ തൻ്റെ കാലഘട്ടത്തിൻ്റെ ഇമാമിനെ തിരിച്ചറിയാത്തത് അവൻ്റെ മരണം എന്നുള്ള ജാഹിലത്തിൻ്റെ മരണമാണ്. എൻ്റെ ചോദ്യം ഇതാണ്, സയ്യിദന ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഇതിന് എന്ത് വ്യാഖ്യാനമാണ് നൽകിയിരിക്കുന്നത്? ഇതാണ് ചോദ്യം. ഇതിന് ജസാക്കല്ലാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇതിനെ കുറച്ച് വിശദീകരണം ഇതിനാവശ്യമാണ്. അള്ളാഹു ഹസ്രത്ത് ഇബ്രാഹിം അലൈഹിസ്സലാമിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുകയുണ്ടായി, ഇന്നി ജായിലുക ലിന്നാസി ഇമാമ, ഇന്നി ജായിലുക ലിന്നാസി ഇമാമ, ഞാൻ നിനക്ക് ജനങ്ങൾക്കായി ഇമാമാക്കുന്നവനാണ്. ഇത് ഹസ്രത്ത് ഇബ്രാഹിം അലൈഹിസ്സലാമിനെ അള്ളാഹു പറഞ്ഞതാണ്, ഇബ്രാഹിം അലൈഹി സ്വലാമിനോടും. മറ്റൊരു സ്ഥലത്ത് പറയുന്നു, ഇന്നഹു കാന സിദ്ദീഖൻ നബിയ, അദ്ദേഹം സിദ്ദീഖായ നബിയായിരുന്നു. ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമാക്കുന്നത്, ഇന്നി ജായിലുക, ഞാൻ ആക്കുന്നവനാണ്. അതായത് ഇമാം ആക്കുന്നത് അള്ളാഹുവാണ്. ഒരു മസ്ജിദിൻ്റെ ഇമാം, ഏത് സ്ഥലത്തെ ഇമാം, ആ ഇമാം അല്ല ഇവിടെ ഉദ്ദേശിച്ചത്. ഇമാം അള്ളാഹു നിശ്ചയിക്കുന്ന ആളാണ് ഇമാം.
സയ്യിദന ഹസ്രത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിക്കുന്ന ആളാണ്. ഇതാണ് ഇമാം. ഇമാമിൻ എന്ന സാങ്കേതികത അതെങ്ങനെയാണ് തുടങ്ങിയത്? കാര്യം എന്താണെന്ന് വെച്ചാൽ മുസ്ലിങ്ങളുടെ ഒരു ഫുർക്ക ഉണ്ട്, ഷിയാ അസ്ന അഷ്രിയ എന്ന് പറയപ്പെടുന്ന ഒരു വിഭാഗമുണ്ട്. അവർ ഇമാമത്തിനെ അംഗീകരിക്കുന്നവരാണ്, ഖിലാഫത്തിനെ അംഗീകരിക്കുന്നവരല്ല. ഈ ഒരു ഡിസ്പ്യൂട്ടാണ് അവർ തമ്മിലുള്ളത്. മറ്റൊരു കാരണം ഇതുണ്ടായത്, ഈ ഗ്രന്ഥം എഴുതാനുള്ള കാരണം ആ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ ചില ആളുകൾ സ്വപ്നം കാണുന്നു ഒരു പേര്, അല്ലെങ്കിൽ അവർ പറയാൻ തുടങ്ങുന്നു എനിക്ക് ഒരു ബയ്യത്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ആരെയും ഇമാമാക്കേണ്ട ആവശ്യമില്ല, ഞാൻ സ്വയം തന്നെ ഇമാമാണെന്നുള്ളത്. ഇത് തികച്ചും തെറ്റായ വിശ്വാസമാണ്. ഇത് ഇസ്ലാം ഒരിക്കലും അത് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഞാൻ ഇസ്ലാം എന്ന് പറയുന്നത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സയ്യിദന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം അവിടുന്ന് ഒരിക്കലും ഇത് ഇഷ്ടപ്പെട്ടില്ല. അവിടുന്ന് ഇത് സംബന്ധമായ ഹദീസിൽ പറഞ്ഞിട്ടുള്ള മല്ലം യാരിഫ് ഇമാമ സമാനിഹി ഫഖദ് മാത മൈത്തത്തിൻ ജാഹിലിയത. ഏതൊരാളാണോ തൻ്റെ കാലഘട്ടത്തിലെ ഇമാമിനെ തിരിച്ചറിയാത്തത് അവൻ ജഹാലത്തിൻ്റെ മരണം വരിച്ചു എന്നാണ് റസൂൽ പറഞ്ഞത്. പിന്നീട് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഹസ്രത്ത് ഉസൈഫ യമാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിയായിരുന്നു. അദ്ദേഹം എപ്പോഴും ഇത് സംബന്ധിച്ച് ചോദിക്കാറുണ്ടായിരുന്നു. നമ്മളിലെപ്പോഴും ഇരുട്ട് വന്നാൽ, അന്ധകാരം വന്നാൽ, ഷർറിൻ്റെ ഫിത്നകളുടെ കാലഘട്ടം വന്നാൽ ഞാൻ എന്താണ് അപ്പോൾ ചെയ്യേണ്ടതെന്നുകൊണ്ട് പറഞ്ഞാലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് ഹുസൈഫ് യമാൻ മുഖേന എല്ലാ മുസ്ലിങ്ങളോടും പറയുകയുണ്ടായി. അവിടുന്ന് പറയുകയുണ്ടായി, തൽസിമു ജമാഅത്തുൽ മുസ്ലിമീന വ ഇമാമഹു. അലേ ഹുസൈഫ, അല്ലയോ മുസ്ലിങ്ങളെ, നിങ്ങൾ ഇമാമിനെ തീർച്ചയായും മുറുകെ പിടിക്കുക, അതുമായി ബന്ധപ്പെടുക, അദ്ദേഹത്തിന് ജമാഅത്തുമായി ബന്ധം സ്ഥാപിക്കുക. ലഫ്സ ഇമാം എന്ന പദം അത് വീണ്ടും ആവർത്തിച്ച് പറയുകയുണ്ടായി. ഇമാമുമായി ബന്ധപ്പെടുക എന്നുള്ളത് വളരെ അനിവാര്യമാണ്. തുടർന്ന് ഉസൈഫ പറയുകയുണ്ടായി, ഇത് ചോദിക്കുകയുണ്ടായി, ഇമാം ഇല്ലെങ്കിൽ ജമാഅത്ത് ഇല്ലെങ്കിൽ പിന്നെ നീ കാട്ടിൽ അവിടെ തന്നെ കാട്ടിൽ പോവുക, അവിടെ താമസിച്ചു കൊള്ളുക എന്നുള്ളത്. മറ്റൊരു ഹദീസ് മുസ്ലിമിൻ്റെ അതിൽ ഹുസൂർ പറയുകയുണ്ടായി, മൻ മാത വലൈസ ഫീ ഉനുഖിഹി ബയത്തുൻ മാത മീതത്തൻ ജാഹിലിയ. അതായത് ഏതൊരുവൻ്റെ കാര്യത്തിലാണോ ബയത്തില്ലാത്തത് അവൻ ജഹാലത്തിൻ്റെ മരണം വരിക്കുന്നതാണ്, ജാഹിലിയത്തിൻ്റെ മരിക്കുന്നതാണ്. ഈ കാലഘട്ടം എല്ലാ മുസ്ലിങ്ങളും ചിന്തിക്കേണ്ടതാണ്. ഈ കാലഘട്ടത്തിൽ ആരാണ് അവരുടെ ഇമാമ എന്നത്? അള്ളാഹു നിശ്ചയിച്ച ഇമാമ ഏതാണ്? അവരാരുടെ ബയ്യത്തിന് കീഴിലാണുള്ളത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഒരു ഹദീസിൽ ഇമാം മഹദിയുമായി ബന്ധപ്പെട്ട് വളരെ വ്യക്തമായി പറയുകയുണ്ടായി, യൂഷക്കും മാ ആശ മിൻകും അൻ യൽഖാ ഈസ ഇബ്നു മറിയമ ഇമാമൻ. അത് ഇമാം എന്ന് പ്രത്യേകമായി അവിടുന്ന് പറയുകയുണ്ടായി. ഇമാമം മഹ്ദിയൻ അഹ്കമൻ അദലൻ. അതായത് ഏതൊരാളെ സംബന്ധിക്കുന്ന പ്രവചനം നൽകുന്നത് അദ്ദേഹം ഇമാമായിരിക്കും. അതായത് അദ്ദേഹത്തിൽ നിങ്ങൾ ബയ്യത്ത് ചെയ്യൽ നിർബന്ധമാണ്. അതിനെ സംബന്ധിച്ചാണ് ഹുസൂർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇതുമാത്രമല്ല, ഇമാമുസ്സമാനുമായി ബന്ധം സ്ഥാപിക്കുന്ന ബന്ധപ്പെട്ട് മുസ്ലിം ഉലമാക്കളും വളരെയധികം ഊന്നൽ നൽകിയിട്ടുണ്ട്, വളരെയധികം ഉത്ബോധിപ്പിച്ചിട്ടുണ്ട്. ഈ കാലഘട്ടത്തിലെ ഒരു വലിയ വ്യക്തിയാണ്. എല്ലാ മുസ്ലിങ്ങളും അദ്ദേഹത്തെ വിശ്വസിക്കുന്നുണ്ട്. ഷാ ഇസ്മായിൽ ഷഹീദ് സാഹിബ്. അദ്ദേഹം ഷാ വലിയുള്ള മുഹദ്ദസ് തൈലയുടെ പൗത്രനായിരുന്നു. അദ്ദേഹത്തിന് ഗ്രന്ഥമുണ്ട് മൻസബെ ഇമാമത്ത് എന്ന് പറയുന്നത്. അതിൽ അദ്ദേഹം എഴുതുന്നു, ഏതുവരെ ഇമാമെ വക്തിൻ്റെ ഏതുവരെ ഇമാമിന് കീഴ്പ്പെടുന്നില്ലയോ, അദ്ദേഹത്തെ അനുസരിക്കുന്നില്ലയോ, ഇബാദത്ത് അത് ആഖിറത്തിൽ അവന് യാതൊരു പ്രയോജനം നൽകുന്നില്ല. അതായത് ഈ ഇബാദത്തുകൾ, നിങ്ങൾ ചെയ്യുന്ന ഇബാദത്തുകളുണ്ടല്ലോ, അതൊരു ഗുണം ചെയ്യുന്നതല്ല. ഇസ്മായിൽ ഷഹീദ് സാഹിബ് വളരെ പ്രസിദ്ധനായ വ്യക്തിത്വമാണ്. അദ്ദേഹമാണ് പറയുന്നത്, അള്ളാഹുവിൻ്റെ അതായത് നിങ്ങൾക്ക് മോക്ഷം ലഭിക്കുന്നതല്ല. അതായത് നമ്മുടെ കാലഘട്ടത്തിൻ്റെ ഇമാം നിങ്ങൾ തിരിച്ചറിയുന്നില്ല എന്നെങ്കിൽ. ഇത് അദ്ദേഹം 1931 ഷഹീദായിരുന്നു. അദ്ദേഹം ഷഹീദായിരുന്നു. അതാണ് ഇമാമിനെ തിരിച്ചറിയുക, അദ്ദേഹത്തിൽ ബയ്യത്ത് ചെയ്യുക, ഇത് വളരെ അനിവാര്യമായ സംഗതിയാണ്. ഇപ്പോൾ ഇവിടെ കുറച്ച് കാര്യം ഞാൻ പറയാം.
ഓരോ കാലഘട്ടത്തിലും ഒരാളെ എഴുന്നേൽക്കാറുണ്ട്, ഞാനാണ് ഇമാം. ചിലർ മസ്ജിദിൻ്റെ ഇമാമാണ്, അല്ലെങ്കിൽ ചിലർ അത് മസീഹ് സ്വലാത്തു വസ്സലാം ഈ ഗ്രന്ഥത്തിൽ അങ്ങനത്തെ വാദങ്ങളെയൊക്കെ റദ്ദാക്കിയിരിക്കുന്നു. അവിടെ നിന്ന് പറയുന്നു, മസീഹ് സ്വലാത്തു വസ്സലാം പറയുന്നു, ഈ ചോദ്യം അവശേഷിക്കുന്നു ഈ കാലഘട്ടത്തിൽ ഇമാമുസ്സമാൻ ആരാണെന്നുള്ളത്, കാലഘട്ടം ഇമാമാരാണെന്നുള്ളത്. അതായത് എല്ലാ മുസ്ലിങ്ങൾക്കും അനുധാവന നിർബന്ധനായ ആ ഇമാമം, എല്ലാ മുൽഹിമിങ്ങളും വെളിപാട് അത് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇക്കാലഘട്ടത്തിൽ ഞാൻ വ്യക്തമായി നിങ്ങളോട് പറയുകയാണ്, ഞാനിപ്പോൾ നിങ്ങളോട് യാതൊരു സംശയമില്ലാതെ പറയുകയാണ്, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ആ ഇമാമുസ്സമാൻ ഞാനാകുന്നു. പിന്നെ ലെക്ചർ സിയാൽക്കോട്ടിൽ അവിടുന്ന് പറയുന്നു, എന്തെന്നാൽ ഈ സഹസ്രാബ്ദത്തിൽ ലോകത്തിൻ്റെ അവസാനമായതിനാൽ അതിനെ സംബന്ധിച്ച് എല്ലാ പ്രവാചകന്മാരും പ്രവാചനം ചെയ്തിട്ടുണ്ട്. ഈ ഇമാം അതായത് മസീഹ് സ്വലാത്തു വസ്സലാം പറയുകയാണ്, ഈ ഇമാം അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന്, ദൈവത്തിൽ നിന്ന് മസീമോദ് എന്ന് വിളിക്കപ്പെടുന്നു. അദ്ദേഹം നൂറ്റാണ്ടിൻ്റെ മുജദ്ദിദും കൂടിയാണ്. അദ്ദേഹം അവസാന സഹസ്രാബ്ദത്തിൻ്റെ മുജദ്ദിദും കൂടിയാണ്. ഇത് മസീഹ് സ്വലാത്തു വസ്സലാം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനം അനുസരിച്ച് ഓരോ മുസ്ലിമാനും നിർബന്ധമാണ്, ഫർളാണ് ഇമാമുസ്സമാനെ ബയ്യത്ത് ചെയ്യുക എന്നുള്ളത്, അദ്ദേഹത്തിൻ്റെ ജമാഅത്തിൽ ചേരുക എന്നുള്ളത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അയാളുടെ മരണം ജാഹിലിയത്ത് മരണം. ഇനി ഞാൻ ചില കാര്യങ്ങൾ പറയാം. മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം റജബ് 20 1889 23 മാർച്ചിൽ ജമാഅത്തിന് സ്ഥാപനം കുറിച്ചു. അന്ന് വലിയ വലിയ പണ്ഡിതന്മാരൊക്കെ ഉണ്ടായിരുന്നു. അവരിൽ ഒരു മൗലാന നൂറുദ്ദീൻ സാഹിബ് ഉണ്ടായിരുന്നു റളിയല്ലാഹു. മൗലാന നൂറുദ്ദീൻ സാഹിബ് റളിയല്ലാഹു അത് മസീഹ് സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് കേട്ടപ്പോൾ അദ്ദേഹം ആദ്യം ഖാദിയാനിൽ വരികയുണ്ടായി. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമുമായി മുലാഖാത്ത് ചെയ്തു. ആ സമയത്ത് അദ്ദേഹത്തിന് ജമാഅത്ത് ഉണ്ടായിരുന്നില്ല, മസീഹ് സ്വലാത്തു വസ്സലാമിന്. എന്നാൽ ചോദിക്കുകയാണ്, മിർസ ഗുലാം സാഹിബിൻ്റെ വീട് എവിടെയാണെന്ന് ചോദിച്ചു. മസ്ജിദ് മുബാറക്കിൻ്റെ അദ്ദേഹം പറഞ്ഞു, മസീഹ് സ്വലാത്തു ഞാൻ അസർ നിസ്കരിച്ചിട്ട് ഞാൻ കാണാം. അങ്ങനെ ആ ചെറിയ കോണിപ്പടികൾ ഇറങ്ങി വരുമ്പോൾ മൗലാന നൂർ സാഹിബിനെ കാണുകയുണ്ടായി. അത് മസീഹ് സ്വലാത്തു വസ്സലാമിനെ അദ്ദേഹം കണ്ടു. അദ്ദേഹം ഈ മിർസയെയാണ് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയുള്ള വ്യക്തിയാണെന്ന് വെച്ചാൽ പണ്ഡിതനാണ് ആയിരത്തി നൂറുദ്ദീൻ സാഹിബ്. സർ സയ്യിദ് അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ആരെങ്കിലും സൂഫി ഉണ്ടെങ്കിൽ അതിന് അദ്ദേഹം നൂറുദ്ദീനായി തീരുമെന്നുള്ളത്, അദ്ദേഹം പുരോഗതി പ്രാപിച്ച് അദ്ദേഹം കണ്ടപ്പോൾ ഒരാൾ ഇമാമുസ്സമാൻ എന്ന് വിളംബരപ്പെടുത്തിയിരിക്കുന്നു, പ്രഖ്യാപിച്ചിരിക്കുന്നു, നബിയാണെന്ന് പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഖാദിയാനിൽ വന്ന് അദ്ദേഹത്തിൻ്റെ ചുവടുകളിൽ അദ്ദേഹം അർപ്പിക്കുകയുണ്ടായി. രണ്ടാമത്തെ വ്യക്തി, ഒരുപാട് ആളുകളുണ്ട്, ഹസ്രത്ത് സയ്യിദ് അബ്ദുൽ ലത്തീഫ് സാഹിബ് ഷഹീദ് റളിയല്ലാഹു അൻഹു. അബ്ദുൽ ലത്തീഫ് ഖാദിയാനിൽ വരികയാണെങ്കിൽ 1902. എന്നാൽ അദ്ദേഹത്തിൻ്റെ അഹമ്മദിയത്തിന് സ്വീകരിക്കാനുള്ള കാരണം എന്തായിരുന്നു? അദ്ദേഹം അയിന കമാലത്ത് ഇസ്ലാം എന്ന ഗ്രന്ഥം ഒരു അഹമ്മദിൽ നിന്ന് അദ്ദേഹം വായിച്ചു. അദ്ദേഹം വളരെ സൂഫിയായൊരു മനുഷ്യനായിരുന്നു. ആയിരക്കണക്കിന് മുരീദുമാർ അദ്ദേഹത്തിനുണ്ടായിരുന്നു. രാജാക്കന്മാർ അദ്ദേഹത്തെ ആദരിക്കാറുണ്ടായിരുന്നു. അദ്ദേഹം ഉടനെ കേട്ടപ്പോൾ അതിനുശേഷം അദ്ദേഹം ഹജ്ജ് ചെയ്യാൻ തീരുമാനിക്കുകയുള്ളൂ. താൻ ചെയ്യാൻ പോകുന്ന ഹജ്ജ് അടുത്ത് നീട്ടിവെച്ചുകൊണ്ട് ഖാദിയാനിൽ വരികയും അദ്ദേഹം പുറപ്പെട്ടപ്പോൾ ഇവിടുന്ന് തിരിച്ചു പോകുന്ന നേരത്ത് അദ്ദേഹം മസീഹ് മൗഊദിൻ്റെ ചുവടുകൾ വീണു. ഹുസൂർ അദ്ദേഹത്തെ എഴുന്നേൽപ്പിച്ചു, ഹുസൂർ അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു. നോക്കുക, ഇത്ര വലിയൊരു വ്യക്തി, സൂഫി മനുഷ്യൻ, ഇത്ര മഹാനായ സൂഫി മഹാത്മാവ്. എന്നാൽ അത് മസീഹ് സ്വലാത്തു വസ്സലാമിനെ മല്ലം യാരിഫ്, ഇതിനെയാണ് സമ്പൂർണ്ണ ജ്ഞാനം എന്ന് പറയുന്നത്. അതായത് കണ്ട ഉടനെ തന്നെ തിരിച്ചറിയുക എന്നുള്ളത്, പിന്നെ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് തന്നെ ജീവൻ തന്നെ അർപ്പിക്കുക എന്നുള്ളത്, കുർബാനി ചെയ്യുക എന്നുള്ളത് എത്ര വലിയൊരു സംഗതിയാണ്. ഇത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൻ്റെ സാക്ഷാത്കാരമാണ്. തൽസം ഇമാം മുസ്ലിമിന് ഇമാം മുഹം, അദ്ദേഹം ഇമാമിനെ പിടിക്കുകയുണ്ടായ, അതിന് തന്നെ ജീവനെ അവർ ഗൗനിച്ചില്ല. പിന്നെ നമുക്കിനി മുന്നോട്ട് പോവാം. വളരെ മഹാനായ പഞ്ചാബിൽ മൊത്തം പ്രസംഗം ഗുലാം റസൂൽ സാബ് രാജഗി റളിയല്ലാഹു അൻഹു.
അദ്ദേഹത്തിന് ഒരുപാട് കശ്ഫുകളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ട് ഹയാത്തെ കുസി എന്ന ഗ്രന്ഥത്തിൽ. അദ്ദേഹവും മസീഹ് സ്വലാത്തു വസ്സലാമിൻ്റെ ഗ്രന്ഥം അതിനെ കമാലത്തെ ഇസ്ലാം എന്ന ഗ്രന്ഥം വായിച്ചപ്പോൾ ഉടനെ തന്നെ അവിടെ നിന്ന് ഖാദിയാനിലെത്തുകയും അത് മസീഹ് ഇസ്ലാമിനെ കണ്ടുകൊണ്ട് പറയുന്നുണ്ട്, ഇത് അള്ളാഹുവിൻ്റെ മനുഷ്യനാണ്. അപ്പം തന്നെ ജമാഅത്തിൽ പങ്കെടുത്തു. അതുപോലെ തന്നെ ബുർഹാനുദ്ദീൻ സാഹിബ് ജാലിമി, അദ്ദേഹം ഏതൊക്കെ മസാറുകളിലാണ് അദ്ദേഹം പോയത്, ഏതൊക്കെ ആളുകളെ പോയെന്ന് അറിയില്ല. എന്നാൽ ഇവിടെ എത്തിയപ്പോൾ അത് മസീഹ് സ്വലാത്തു വസ്സലാമിൻ്റെ സദസ്സിൽ നിന്ന് അദ്ദേഹം വിട്ടുപോകാറുണ്ടായിരുന്നില്ല. അദ്ദേഹം ഹുസൂർ പ്രഭാഷണം ചെയ്യുമ്പോൾ അദ്ദേഹം പറയും, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അരുൾ ചെയ്യാറുണ്ടായിരുന്നു, മസീഹ് വരുന്നാണ് അദ്ദേഹം എന്നാൽ എനിക്ക് മനസ്സിലായില്ലെങ്കിലും കുഴപ്പമില്ല. അവസാനമായിട്ട് ഞാൻ പറയുകയാണ്, ഒരുപാട് സംഭവങ്ങൾ ഒരുപാടുണ്ട്. മൗലാന ഗുലാം റസൂൽ സാബ് ഖുഷാബി, അത് മസീഹ് സ്വലാത്തു വസ്സലാം ലുധിയാനയിലായിരുന്നു. അദ്ദേഹം അത് മസീഹ് സ്വലാത്തു വസ്സലാമിനെതിരെ പ്രസംഗിക്കുകയുണ്ടായി. വലിയ ജനക്കൂട്ടം ഉണ്ടായിരുന്നു. ആളുകളെ അത്രമാത്രം രസിപ്പിക്കുന്ന ഒരു പ്രാസംഗികനായിരുന്നു. അദ്ദേഹം പ്രസംഗിച്ച് വന്നപ്പോൾ തിരിച്ചു വരുമ്പോൾ മസീമോദ് തിരിച്ച് ആ സ്ഥലത്തുണ്ടായിരുന്നു. ഹുസൂർ അദ്ദേഹത്തെ ഹസ്തദാനം ചെയ്തു, കൈപിടിച്ച് തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഗുലാം നബി സാഹിബ് ചോദിച്ചു, നിങ്ങൾ ഈസാ നബിയുടെ മരണം എന്ന വിഷയം എവിടെ നിന്നാണ് എടുത്തത്? അത് മസീഹ് സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഇന്നി മുത്തവഫീക ഫലമ്മ തവഫൈതനി. അദ്ദേഹം ഖുറാനിൽ എടുത്ത് കാണിച്ചു കൊടുത്തു മസീഹ് സ്വലാത്തു വസ്സലാം. കണ്ട ഉടനെ തന്നെ അദ്ദേഹം മനസ്സിലാക്കണം, ഈ മനുഷ്യൻ ശരിയാണ് പറയുന്നത് എന്നുള്ളത്. അത് മസീഹ് സ്വലാത്തു വസ്സലാമിൻ്റെ കൈകളിൽ ബയ്യത്ത് ചെയ്യുകയാണ്. അദ്ദേഹം കരഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അവസാനം എന്തോ ആയിത്തീരുന്നു. ഹുസൂർ അദ്ദേഹം പറയുകയാണ്, ഹുസൂർ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയാണ്, നീ ഇമാം മഹദിനെ കാണുമ്പോൾ ഫക്രിഹുസ്സലാം, എൻ്റെ സലാം എത്തിക്കുക എന്നുള്ളത്. ഞാൻ ഹുസൂർ സല്ലല്ലാഹുവിൻ്റെ സലാം അങ്ങയിലേക്ക് എത്തിക്കുകയാണ്. ഹുസൂർ വളരെയധികം വികാരഭരിതനും വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാ എന്ന് പറയുന്നു. അദ്ദേഹത്തിന് ഒരുപാട് മുരീദുമാർ പുറത്തിരിക്കുന്നുണ്ടായിരുന്നു. അവർ വിചാരിച്ചിരുന്നത് ഇന്ന് മിർസ സാഹിബിനെ തോബ ചെയ്യിപ്പിച്ചിട്ടായിരിക്കും മടങ്ങുക എന്നാണ് ഒരു. എന്നാൽ അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, നിങ്ങൾ പോയിക്കൊള്ളുക, ഞാൻ ആരുടേതായി തീർന്നിരിക്കുന്നു, ഞാൻ നിങ്ങളെ ഉപദേശിക്കുകയാണ്, ഈ ഇമാമിനെ നിങ്ങൾ തിരിച്ചറിയുക. അദ്ദേഹം ഇമാം എന്ന പദമാണ് ഉപയോഗിച്ചത്. ഈ ഇമാമിനെ നിങ്ങൾ തിരിച്ചറിയുക, എന്തെന്നാൽ ഇതാണ് മോക്ഷത്തിനുള്ള മാർഗം. അങ്ങനെ എല്ലാ സഹോദരന്മാരെയും കേട്ടുകൊണ്ടിരുന്ന മുസ്ലിങ്ങളോട് പറയുകയാണെങ്കിൽ, അള്ളാഹു ഒരാളെ ഇമാമാക്കുമ്പോൾ, നബി ആക്കുമ്പോൾ, ഉമ്മത്ത് റസൂലാക്കുമ്പോൾ അത് ഒരു കാരണമില്ലാതെയല്ല. അത് മനുഷ്യൻ്റെ ഇഷ്ടത്തിനനുസരിച്ചല്ല, വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി അല്ലെങ്കിൽ വേണ്ട എന്നുള്ളത്. ഇത് വളരെ അനിവാര്യമായ സംഗതി. ഉസൈഫിനോട് പറഞ്ഞതുപോലെ, തൽസം ജമാഅത്തുൽ മുസ്ലിമിന വ ഇമാമുഹും, ബന്ധപ്പെടണം, അദ്ദേഹത്തുമായി ചേർന്ന് നിൽക്കണം എന്നുള്ളത്. ഈ ആളുകൾ ഇവർ നോക്കുന്നു, മിർസാ ഗുലാം സാഹിബിന് എന്ത് വിശ്വസിക്കാനാണ്, ജമാഅത്ത് ചെറുതാണ്, ഇത് പാപമാണ്. അവസ്ഥ നിങ്ങൾ ചിന്തിക്കുന്നത് അള്ളാഹുവിൻ്റെ സമക്ഷം ചോദിക്കപ്പെടുന്ന കാര്യമാണിത്. അള്ളാഹു ഒരു കാരണമില്ലാതെ ആരും അയക്കുന്നതല്ല. അതുകൊണ്ട് ഇസ്മായിൽ ഷാഹി സാഹിബ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ, അവരുടെ ഇബാദത്തുകൾ പോലും സ്വീകരിക്കപ്പെടുന്നതല്ല. ഒരു ഭാഗത്ത് ഇവർ ഇമാമിനെ നിഷേധിക്കുന്നു, പിന്നെ ഇബാദത്ത് ചെയ്യുകയോ ഇത്തരത്തിലുള്ള ഇബാദത്തുകൾ സ്വീകരിക്കപ്പെടുന്നതല്ല. ഇതാണ് ഇമാമുസ്സമാ, ഇമാം അൽ ആഖിർ ഹസ്രത്ത് മിർസ ഗുലാം അഹമ്മദ് സാഹിബ് ഖാദിയാനി അലൈഹിസ്സലാത്തു വസ്സലാം ൻ്റെയും അദ്ദേഹത്തിൻ്റെ 5ാമത്തെ ഖലീഫയ അത് മിർസ മസൂർ അഹമ്മദ് സാഹിബിൻ്റെയും നസറല്ലാഹു നസ്റൻ അസീസിൻ അദ്ദേഹം ഉണ്ട്. നിങ്ങൾ മോക്ഷം ആഗ്രഹിക്കുന്നുവെങ്കിൽ, അള്ളാഹുവിൻ്റെ സമക്ഷം ഇബാദത്തുകൾ സ്വീകരിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഇമാമിൻ്റെ ബയ്യത്ത് ചെയ്യുക, അതിൻ്റെ ജമാഅത്തിൽ പങ്കെടുക്കുക, ഇങ്ങനെ ചെയ്യാതെ നിങ്ങൾക്കൊരു സാധ്യമല്ല. കഴിഞ്ഞ വർഷങ്ങൾ ഒക്കെ സാക്ഷിയാണ്. ആ മുസ്ലിങ്ങൾ എന്തൊക്കെയാണ് അവർക്ക് നിന്ദതയും മറ്റുമല്ലാതെ മറ്റുള്ളെന്താണ് മുസ്ലിങ്ങൾ നേടിയത്? അത് നമ്മളിത് തന്നെയാണ് പറയുന്നത്. വരൂ, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന അനുസരിച്ച്
ഈ ഇമാമിനെ ഇങ്ങനെ ബയ്യത്ത് ചെയ്യുക, അദ്ദേഹത്തിൻ്റെ ജമാഅത്തിൽ പങ്കെടുക്കുക, ഇതാണ് നജാത്തിനുള്ള മോക്ഷത്തിനുള്ള മാർഗം. ജസാക്കുമുള്ള തല. ഇതുമായി അടുത്ത ചോദ്യം മൗലാന ഷേഖ് മുജാഹിദ് ശാസ്ത്രിയോടാണ്. ഹസ്രത്ത് മസീമുൽ ഇസ്ലാം പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ വെളിപ്പാട് സമയത്ത് ആയിരക്കണക്കിന് ദർശനം ലഭിക്കുന്നവരുണ്ടായിരുന്നു. എന്നാൽ അവർ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിച്ചില്ല. അതുകൊണ്ട് അള്ളാഹു അവരെ നശിപ്പിച്ചു. ഇതിനെ ഒന്ന് വിശദീകരിച്ചാലും. ജസാക്കുമുള്ള. നാം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയും, അള്ളാഹു 2 തരത്തിലുള്ള സംവിധാനത്തെ ഏർപ്പെടുത്തിയിരിക്കുന്നു. ഒന്ന് ആത്മീയ സംവിധാനം, മറ്റൊന്ന് ശാരീരിക സംവിധാനം. ആത്മീയ സംവിധാനവും ശാരീരികവും ഒന്ന് പരസ്പരം സഹായികളാണ്. ആത്മീയ സംവിധാനത്തെ മനസ്സിലാക്കുന്നതിനായി അള്ളാഹു ശാരീരികമായിട്ടുള്ള ഈ നിയമങ്ങളെ എടുത്തു കാണിക്കുന്നു. അതിലുള്ള തത്വം എന്തെന്നാൽ, പ്രത്യക്ഷത്തിൽ കാണിക്കുന്നവർ, ആരും ചിന്തിക്കാത്തവർ, അവർ ഈ ശാരീരികമായ സംവിധാനത്തെ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് ആത്മീയ സംവിധാനത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇങ്ങനെയാണ് ശാരീരികമായിട്ടുള്ള സംവിധാനം ഉണ്ടെങ്കിൽ അതിന് അതുപോലെ ആത്മീയം ഉണ്ടാകുമെന്ന് കരുതുന്നു. ഇതിനെ സംബന്ധിച്ച് ഞാൻ ചോദിക്കുന്നത്, ഇത് ഈ കാലത്തിൻ്റെ ഇമാം പ്രത്യക്ഷനാവുമ്പോൾ അതിന് എതിരായി വരുന്നവർ അവർ നശിക്കപ്പെടുന്നു. ഇത് മനസ്സിലാക്കുന്നതിനായി നമുക്ക് ഈ ഭൗതികമായിട്ടുള്ള ഈ സംവിധാനത്തെ നോക്കാം. ദിവസവും സൂര്യൻ ഉദിക്കുന്നു. സൂര്യൻ ഉദിക്കുന്നതോടൊപ്പം തന്നെ ജീവിതത്തിൻ്റെ ആ ക്രമങ്ങളും ആരംഭിക്കുന്നു. എല്ലാവരും, ഭൂമിയിലെ ഓരോ വസ്തുവും അവരുടെ തങ്ങളുടെ കഴിവനുസരിച്ചുകൊണ്ട് സൂര്യത്തിൻ്റെ ഈ ചൂടിൽ നിന്നും അവർ പ്രയോജനം കരസ്ഥമാക്കുന്നു. ഏതുപോലെ ഒരു ഭൗതികമായ സൂര്യനിൽ നിന്ന് നാം പ്രയോജനം ഉൾക്കൊള്ളുന്നുവോ അതുപോലെ ആത്മീയ സൂര്യനുമുണ്ട്, ഒരു ആത്മീയ സംവിധാനവുമുണ്ട്. അത് ഉദിക്കുമ്പോൾ അതിൻ്റെ കിരണങ്ങളും അതിൻ്റെ അനുഗ്രഹങ്ങളും അത് ലോകത്ത് വ്യാപിക്കുന്നു. അത് വ്യാപിക്കുമ്പോൾ ഓരോ മനുഷ്യനും അവരുടെ പ്രകൃതമനുസരിച്ച് ആ പ്രകാശത്തിൽ നിന്ന് അനുഗ്രഹത്തിൽ നിന്നും അവർക്ക് അനുഗ്രഹം കരസ്ഥമാക്കുന്നു. അവർ ഭാഗ്യവാനാണ് അവർ, ഈ രഹസ്യത്തെ മനസ്സിലാക്കുന്നവർ. എനിക്ക് ഈ കാലഘട്ടത്തിൽ വളരെയധികം ഈ വെളിപാടുണ്ടാവുന്നു. അത് ഞാൻ കാരണമല്ല, മറിച്ച് കാലത്തിൻ്റെ ഇമാം മുഖേനയാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത്. ദൗർഭാഗ്യവാനാണ് അതിനെ മനസ്സിലാക്കാത്തവർ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും വലിയവനായി എന്ന് മനസ്സിലാക്കുന്നവർ. അവർ ദൗർഭാഗ്യവാനാണ്. ഇതുകൊണ്ടാണ് പ്രകൃതക്കാർ അവർ ഒരിക്കലും തങ്ങളുടെ സ്വപ്നങ്ങളെ, തങ്ങളുടെ വെളിപാടുകളെ, തങ്ങളുടെ ദർശനത്തെ ഒരു അത്ഭുതമായി കണക്കാക്കുന്നില്ല, മറിച്ച് അത് കാലത്തിൻ്റെ ഇമാമിൻ്റെ അനുഗ്രഹമായിട്ടാണ് കണക്കാക്കുന്നത്. ഇസ്ലാമിക ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നതാണ്. ഹദ്റത്ത് ഉമർ റളിയല്ലാഹുവിന് ധാരാളം പല ചിന്തകളും ഉണ്ടാകുമായിരുന്നു. അതിനനുസരിച്ചുള്ള വിശുദ്ധ ഖുർആനിലെ ആയത്തുകളും ഇറങ്ങുമായിരുന്നു. ഉമ്മുൽ മുഅ്മിനീനെ സംബന്ധിച്ച് പറയുന്നു, പർദയെ സംബന്ധിച്ച് പറയുന്നുണ്ട്, അതിലും വിശുദ്ധ ഖുർആൻ്റെ ആയത്തുകളുണ്ട്. എന്നാൽ ഒരിക്കലും അദ്ദേഹം തൻ്റെ ഒരു ബഹുമതിയായി പറഞ്ഞിട്ടില്ല. എന്നാൽ മറ്റു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഒരു വെളിപാട് എഴുതിക്കൊണ്ടിരുന്ന വ്യക്തി, ഖുർആൻ എഴുതിക്കൊണ്ടിരുന്ന വ്യക്തി, എന്നാൽ ഒരിക്കൽ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വഹി എഴുതിച്ചു കൊണ്ടിരുന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലൊരു കലിമ പറഞ്ഞൊരു വാക്യം പറഞ്ഞപ്പോൾ അയാൾ ചോദിച്ചു, ഇത് എൻ്റെയും എനിക്കും ഇതുപോലെ ഞാൻ ചിന്തിച്ചിരുന്നല്ലോ എന്ന്. അങ്ങനെ അയാൾ എതിർക്കുകയുണ്ടായി. അപ്പോൾ കാലത്തിന് ഇമാം വരുമ്പോൾ അതിൻ്റെ അനുഗ്രഹങ്ങളും ആത്മീയ ലോകത്ത് വ്യാപിക്കുന്നു. അതിനെതിരായിട്ട് ആരെങ്കിലും വരുമ്പോൾ, അല്ലെങ്കിൽ ചെറിയ ചെറിയ സ്വപ്നം കാണുന്നവർ, ദർശനം ഉണ്ടാകുന്നവർ, അവർ അതിനെതിരായിട്ട് വരികയാണെങ്കിൽ അത് തങ്ങളുടെ കഴിവാണെന്ന് അവർ കരുതുമ്പോൾ അവർ നശിപ്പിക്കപ്പെടുന്നു. ചരിത്രങ്ങൾ, പ്രവാചക ചരിത്രം നോക്കുക. സയ്യിദന ഹസ്രത്ത് മിർസ ഗുലാം മുഹമ്മദ് ഖാദിയാനി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മസീമോദ് അലമിൻ്റെ ഗ്രന്ഥമായ ദിലോത്തുൽ ഇമാമിൽ എഴുതിയിരിക്കുന്നു, പ്രവാചകന്മാരെ ചരിത്രത്തിൽ നോക്കുക. ഹസ്രത്ത് മൂസ അലൈഹി സ്വലാമിൻ്റെ കാലഘട്ടത്തിലും തഫ്സീറിൽ വരുന്നു, ഒരു വ്യക്തി ബല്ലം ബഹൂർ എന്ന് പേരുന്ന ഒരാൾ, സ്വപ്നം വരുമായിരുന്നു അദ്ദേഹത്തിന്, പല സ്വപ്നം പൂർത്തിയാകുകയും ചെയ്യുമായിരുന്നു. എന്നാൽ ഹസ്രത്ത് മൂസ അലൈഹി സ്വലാമിന് എതിരായി വന്നപ്പോൾ അയാൾ നശിപ്പിക്കപ്പെടുകയാണ് ചെയ്തത്. അള്ളാഹുവിൻ്റെ ഒരു സത്യപ്രവാചകൻ്റെ ഒരു കാലത്തിൻ്റെ ഇമാമിനെതിരായി വരുമ്പോൾ അപ്പോഴാണ് ആൾക്ക് യാതൊരു വിലയും ഉണ്ടാവില്ല. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഇതിനെ സംബന്ധിച്ച് പറയുന്നു, വലൗ ഷീന ല റഫഅനാഹു വലാകിന്നഹു അഖലദ ഇലൽ അർദ്. നാം ആഗ്രഹിച്ചിരുന്നെങ്കിൽ
ആ അടയാളം മുഴുവൻ അവനെ ഉയരത്തിലേക്ക് ഉയർത്താമായിരുന്നു. എന്നാൽ അവൻ സ്വയം ഭൂവിലേക്ക് ചായുകയാണ് ചെയ്തത്. അതായത് ഭൗതികതയിൽ കൂടി വത്തവാൽ ഹവാവു, അതായത് ഭൗതികതയിൽ കഴിഞ്ഞു. വിശുദ്ധ ഖുർആനിൽ അങ്ങനെയുള്ള ഒരാളുടെ മാതൃക പറഞ്ഞ് മസ്ലും കമസ്ലിഹിം കൽബ്, ഒരു നായക്ക് തുല്യമാണ്. ആത്മീയമായ ഉന്നതമായൊരു സ്ഥാനവും ആൾക്കുണ്ടാവുകയില്ല. ആൾ ഭൗതികയിൽ മുഴുകിയിരിക്കുന്നവനായിരിക്കും. അതിൻ്റെ ഉദാഹരണം പറയുന്നു. അത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ ഗ്രന്ഥത്തിൽ പ്രത്യേകമായിട്ട് ഈ ഗ്രന്ഥത്തിൽ പറയുന്നത്, കാലത്തിൻ്റെ ഇമാം വെളിപ്പെടുമ്പോൾ ആത്മീയമായിട്ടുള്ള ഒരു വ്യാപനം ഉണ്ടാകുന്നു. അതിനെക്കുറിച്ച് അല്പം പറയാം. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ഹദീസും ഖുറാനിൽ നിന്നും തെളിയുന്നത് ഈ കാലത്തിൻ്റെ ഇമാമിൻ്റെ കാലഘട്ടത്തിൽ അഥവാ ആരെങ്കിലും വെളിപാടോ സ്വപ്നം ഉണ്ടാകുന്നെങ്കിൽ അത് യഥാർത്ഥത്തിൽ കാലത്തിന് ഇമാമിൻ്റെ ആ വെളിച്ചത്തിൻ്റെ ഒരു ഭാഗമാകുന്നു. അത് നല്ല ഹൃദയങ്ങളിൽ അത് പതിക്കുന്നു. യഥാർത്ഥത്തിൽ ലോകത്ത് ഒരു കാലത്തിൻ്റെ ഇമാം വരുമ്പോൾ ആയിരക്കണക്കിന് പ്രകാശങ്ങളും അതിനൊപ്പം വരുന്നു. ആകാശത്തിൽ ഒരു പ്രത്യേകമായ വെളിച്ചമുണ്ടാകുന്നു. ആ ആത്മീയ പ്രചരണത്തിന് വേണ്ടി അത് സൽപ്രവർത്തകർ ഉണരുന്നു. അത് എല്ലാം കാലത്തിന് ഇമാമിൻ്റെ വെളിപാടിൻ്റെ ആ വെളിച്ചത്തിൻ്റെ ഒരു ഭാഗമാകുന്നു. വീണ്ടും മറ്റൊരു സ്ഥലത്ത് പറയുന്നു, അതായത് ആ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ നടന്ന ഇൽഹാം വരുന്നവരെ സംബന്ധിച്ചുള്ള കാര്യത്തിൽ പറയുന്നു, അത് മസീഹ് ഇസ്ലാം പറയുന്നു, കാലത്തിൻ്റെ ഇമാമിനെ എതിരായി ആരെല്ലാം വരുന്നുവോ, കാലത്തിൻ്റെ ഇമാമിനെ അതെല്ലാം എതിർക്കുന്നുവോ, അവർ ഒറ്റപ്പെട്ടെന്ന് നശിക്കുന്നില്ല, ഘട്ടം ഘട്ടമായിട്ടാണ് നശിക്കുന്നത്. അത് മസീഹ് മൗഊദ് ഇസ്ലാം പറയുന്നു, അഥവാ ഇനി ആരെങ്കിലും ഇത് മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ, കാലത്തിൻ്റെ ഇമാമിൻ്റെ വെളിപാടിനെ അറിഞ്ഞുകൊണ്ട് അതിനെ മനസ്സിലാക്കിയില്ല എങ്കിൽ, അത് സ്വീകരിച്ചില്ല എങ്കിൽ, ഒന്നാമതായി ആ വ്യക്തി തൻ്റെ മസീഹ് മൗഊദ് കാലത്തിൻ്റെ ഇമാമ് തനിക്ക് ആവശ്യമില്ല എന്ന് അയാൾ മനസ്സിലാക്കുന്നു. തനിക്കുമായി യാതൊരു ബന്ധവുമില്ല എന്ന് അയാൾ മനസ്സിലാക്കുന്നു. പിന്നീട് അതിൽ നിന്ന് ഒരു അജ്ഞത ഉണ്ടാകുന്നു, അതായത് ഒരു അന്യത ഉണ്ടാകുന്നു. പിന്നീട് അതുകൊണ്ട് മൂന്നാമത്തെ ഘട്ടമായി പറയുന്നത് അതിനെക്കുറിച്ച് മോശമായി പറയാൻ തുടങ്ങുന്നു. പിന്നീട് ശത്രുത ഉണ്ടാകുന്നു. പിന്നെ ശത്രുത വിശ്വാസത്തിൻ്റെ ഇല്ലായ്മയിലേക്ക് എത്തിച്ചേരുന്നു. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ ആയിരക്കണക്കിന് പണ്ഡിതന്മാരും കശ്ഫുൽ വരുന്നവരും ഉണ്ടായിരുന്നു. അവർ നബി വരാൻ പോകുന്നു എന്ന് സന്തോഷ വാർത്ത അറിയിച്ചിരുന്നു. എന്നാൽ അവർ കാലത്തിൽ ഇമാമിനെ, ഖാത്തമുൽ അംബിയ ഹദരത്ത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സ്വീകരിച്ച കാര്യപ്പോൾ അള്ളാഹുയുടെ കോപത്തിന് അവർ പാത്രമാവുകയാണ് ചെയ്തത്. അവർ നശിപ്പെടുകയാണ് ചെയ്തത്. അവരുടെ ബന്ധം, അള്ളാഹുമായുള്ള ബന്ധം പരിപൂർണമായി വിച്ഛേദിക്കപ്പെടുകയാണ് ചെയ്തത്. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച്, ആ കാലഘട്ടത്തെ സംബന്ധിച്ച് നാം പറയുമ്പോൾ ആരെല്ലാമാണ് ആ ഇൽഹാം ഉണ്ടായിരുന്നതെന്ന് പറയുമ്പോൾ, അന്നത്തെ കാലത്തെ യഹൂദികളുടെ അവസ്ഥ നോക്കുക. യഹൂദികൾ അവർ അറേബ്യയിലെ അടുത്തേക്ക് വന്നത് കാരണം നബി ആ അവസാന കാലഘട്ടത്തിലെ ഇമാം ഈ അറേബ്യൻ രാജ്യത്താണ് വരുന്നതെന്ന് അവർ അറിയാമായിരുന്നു. പല അടയാളങ്ങളും അവർക്ക് പറഞ്ഞു കൊടുത്തിരുന്നു. അതുകൊണ്ട് യഹൂദികളിലെ പല ഗോത്രങ്ങളും അറേബ്യയുടെ അടുത്ത് നിന്ന് താമസിച്ചിരുന്നു. അവരിൽ കുറച്ച് പേർ അവർ ഫാർസിയെ സംബന്ധിച്ച് പറയുന്നു, ആ ചെറുപ്രായത്തിൽ അദ്ദേഹത്തോട് ഒരു യഹൂദ പണ്ഡിതൻ പറഞ്ഞിരുന്നു, ഈ അറബിയയുടെ അടുത്താണ് പ്രായപ്പെട്ടൻ വരുമെന്ന് പറയുകയെന്ന്. അതുകൊണ്ട് നീ അവിടെ പോകുമെന്ന് സൽമാൻ ഫാർസി റളിയല്ലാഹു പറയുകയുണ്ടായിട്ടുണ്ട്. പിന്നീട് നോക്കാം, സൽമാൻ ഫാർസി ഒരു അടിമയായിട്ട് അറേബ്യയിൽ എത്തിച്ചേരുകയും അദ്ദേഹത്തിന് നബി അള്ളാഹുവിൻ്റെ പ്രവചനം സ്വീകരിക്കാനുള്ള സൗഭാഗ്യം ലഭിച്ചു. എന്നാൽ അങ്ങനെ ചില സൽപ്രകൃതക്കാരും ഉണ്ടായിരുന്നു. അവർ വിശ്വാസം സ്വീകരിക്കുകയാണ് ചെയ്തത്. വലിയ വലിയ പണ്ഡിതന്മാരുണ്ടായിരുന്നു. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചു. എന്നാൽ വിശ്വാസം സ്വീകരിക്കാത്തവർ, അവർക്ക് അള്ളാഹുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുകയും അവർ പിന്നീട് അവരിൽ ചിലർ അവർക്ക് ഇൽഹാമുണ്ടാവുന്നവർ, ദർശനമുണ്ടാവുന്നവരായിരുന്നു. അവർ കാലത്തിന് ഇമാമിന് എതിരായി വന്നപ്പോൾ അവരുടെ അവസ്ഥ അവർ നശിപ്പിക്കുകയും ചെയ്തത്. ഈ ഹദ്റത്ത് മസീഹ് ഇസ്ലാം ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവരിൽ പൂർത്തിയാക്കുകയുണ്ടായി. അള്ളാഹുവിൻ്റെ നൂറ്, ആ പ്രകാശം അത് ലോകത്ത് മുഴുവൻ വ്യാപിക്കുകയും ചെയ്യുന്നു. അക്കാലത്തിൻ്റെ ഇമാമിൻ്റെ അത് സൽപ്രകൃതനെ സ്വീകരിക്കുകയും അത് മോശമായ പ്രകൃതക്കാർ അതിനെ നിഷേധിക്കുകയും ചെയ്യുന്നവർ അള്ളാഹുവിൻ്റെ കോപത്തിന് അടിപ്പെടുകയും ചെയ്യുന്നു. ജസാക്കുമുല്ലാഹ് ജസാ. നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിൽ ഒരു ടെലിഫോൺ കോളറുണ്ട്. ഇന്ത്യയിൽ നിന്ന് ഖുറൈശി അബ്ദുൽ ഹക്കീം സാഹിബ് ഇപ്പോൾ നമ്മുടെ ടെലിഫോൺ ലൈനിലുണ്ട്. നമുക്ക് അദ്ദേഹത്തെ ചോദ്യം കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഖുറൈശി അബ്ദുൽ ഹക്കീം സാഹിബ്.
വലൈക്കും അസ്സലാം. സയ്യിദന സ്വല്ലല്ലാഹു വസ്സലാം ജറൂറത്തുല്ലാമിൽ ഞാൻ ഈ കാലഘട്ടത്തിൽ ഇമാം ജമാൽ മുസ്ലിം സ്വല്ലല്ലാഹു വസ്സലാം പറഞ്ഞിരിക്കുന്നു. എൻ്റെ ചോദ്യം, യമ്മാ യൽഹഖു ബിഹിം, ഇത് അതിൻ്റെ തഫ്സീറാണോ സൂറ സഫിലുള്ള? ജസാക്കുമുല്ലാ അമീദ് കൗസർ സാഹിബിനോട് ഞാൻ ചോദ്യം മറുപടി പറയാൻ. വാഖറ മിൻഹും യമ്മാ യൽഹഖു ബിഹിംനെ ഹുദ് സ്വയം ആ ഗ്രന്ഥത്തിൽ പരാമർശിക്കുന്നുണ്ട്, ഇമാം ജമാൽ എന്ന ഗ്രന്ഥത്തിൽ. വാസ്തവത്തിൽ ഇത് അതിൻ്റെ വിശദീകരണമാണ്. രണ്ടാമത്തെ കാര്യം, ഇതിൽ ഒരു പ്രവചനവുമുണ്ട്. ചില ആളുകൾ ഈ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ഷിയ അതുപോലെ തന്നെ മറ്റുള്ളവർ, അവർ കൂടുതൽ ഊന്നി നിൽക്കുന്നത് ഇമാമത്തിൻ്റെ പേരിലാണ് അവർ ഊന്നി നിൽക്കുന്നത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ആഖിറീനിൽ വരുന്ന വ്യക്തി അദ്ദേഹം പേർഷ്യൻ വംശത്തിൽപ്പെട്ട ആളായിരിക്കും. അദ്ദേഹത്തിൻ്റെ ഒരുപാട് ലക്ഷണങ്ങൾ പറയുന്നുണ്ട്. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം സയ്യിദന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുധാവനത്തിൽ രണ്ടാം നിയോഗമായിട്ടാണ് വരുന്നത്. ഇമാം ആഖിർ സമാനാണ്, അവസാന കാലഘട്ടത്തിൽ ഇമാമാണ് അദ്ദേഹം. അതുകൊണ്ടാണ് ആഖിറിൻ്റെ കൂടുതൽ വിശദീകരണങ്ങൾ ഇതിൽ വന്നിട്ടുണ്ട്. ഇത് ശരിയാണ്. അതിൻ്റെ വീണ്ടും മറ്റ് വിശദീകരണങ്ങളുണ്ട്. ഇത് നല്ലൊരു വിശദീകരണമാണ്, തഫ്സീറാണ്. ജസാക്കുമുല്ലാഹ് ഹസൻ ജസാക്കുമുല്ലാഹ് ഹസൻ ജസാ. എൻ്റെ ഈ പ്രോഗ്രാമിൽ മറ്റൊരു ടെലിഫോൺ കോളറും കൂടി ഉണ്ട്. ജർമ്മനിയിൽ നിന്ന് മുഹത്തറമ ഖാലിദ റാണ സാഹിബ ഇപ്പോൾ നമ്മുടെ ടെലിഫോണിലുണ്ട്. നമുക്ക് അദ്ദേഹത്തിൻ്റെ അവരുടെ ചോദ്യം കേൾക്കാം. അസ്സലാമു അലൈക്കും ഖാലിദ റാണ സാഹിബ. വലൈക്കും അസ്സലാം. എൻ്റെ ചോദ്യം ക്ലിയർ അല്ല. ചോദ്യം കേൾക്കുന്നതിന് ചോദിക്കാവുന്നതാണ് നിങ്ങൾക്ക് ചോദ്യം. എൻ്റെ ചോദ്യം, അത് ചോദ്യം വ്യക്തമാകുന്നില്ല. ഇതിനെക്കുറിച്ച് വിശദീകരിച്ചാലും. ജസാക്കുമുല്ലാ. മുഹത്തറം ഷെയ്ഖ് മുജാഹിദ് സാഹിബിനോട് അപേക്ഷിക്കുന്നു ഈ ചോദ്യത്തിന് മറുപടി പറഞ്ഞാലും. ഇതിന് ചോദ്യം ഇതാണ്. ചില ആളുകൾ ആക്ഷേപിക്കാറുണ്ട് ജമാഅത്ത് അഹമ്മദിയ അവർ ഷിയാക്കളുടെ പ്രസ്ഥാനമാണെന്ന് പറയാറുണ്ട്. ഇതിനുള്ള മറുപടി എന്താണ്? ജസാക്കുമുല്ലാ. ഇങ്ങനെ ആക്ഷേപം ഉന്നയിക്കുന്നവർ അത് വാസ്തവത്തിൽ ജഹാലത്താണ് അവർ പറയുന്നത്. ജമാഅത്ത് അഹമ്മദിയ ഷിയാ ഫിർക്കയിൽപ്പെട്ട ഒരു ഫിർക്കയല്ല. ജമാഅത്ത് അഹമ്മദിയ അഹ്ൽ ജന്നത്ത് വൽ ജമാഅത്തിൽപ്പെട്ട ഒരു ജമാഅത്താണ്. വാസ്തവത്തിൽ ഷിയാക്കളുടെ വിശ്വാസമെന്ന് പറയുന്നത് അതിൽ പ്രത്യേകിച്ച് 5 ഉസൂലുകളാണുള്ളത്. തൗഹീദ്, നുബുവത്ത്, അതുപോലെ തന്നെ പരലോകം, ഇമാമ്. അതിൽ ഇമാമത്തിൻ്റെ ഊന്നൽ ഷിയാക്കളിലുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ഇമാം എന്ന് പറയുന്നത് അലി റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹത്തിൻ്റെ സന്താനങ്ങളിൽ നിന്ന് 12 ഇമാമുകളുണ്ടായി. ആ ഇമാമുകൾ പരിശുദ്ധരാണെന്ന് വിശ്വസിക്കുന്നു, പാപരഹിതരെന്ന് വിശ്വസിക്കുന്നു. അള്ളാഹു പ്രവാചകന്മാരെ അയക്കുന്നത് പോലെ തന്നെ അവർ ഇമാമും അയക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അവർ അത് സൂറ ബഖറയിലെ 125 വചനത്തെയാണ് ഇതിനെ തെളിവായി ഉദ്ധരിക്കുന്നത്. ഹസ്രത്ത് ഇബ്രാഹിം അലൈഹി സ്വലാമിനെ അള്ളാഹു പരീക്ഷിക്കുകയുണ്ടായി. അതിനുശേഷം പറയുകയാണ്, ഇന്ന കാല നീ ജായിലുക ലിന്നാസി ഇമാം, ഞാൻ നിന്നെ എല്ലാ മുഴു ലോകത്തിനുമായിട്ട് ഇമാമാക്കി തീർക്കുന്നു. എന്നാൽ അള്ളാഹുവിൻ്റെ സൂറ അംബിയായിൽ 72 പറയുന്നു, അള്ളാഹു അദ്ദേഹത്തിനുള്ളിൽ അതിൽ പ്രത്യേകം പറയുന്ന ഹസ്രത്ത് ഇസ്ഹാഖുമായി ബന്ധപ്പെട്ട് പറയുകയുണ്ടായി, വജഅൽനാഹും അഇമ്മത്തൻ, നാം അദ്ദേഹത്തെ ഇമാമാക്കുകയുണ്ടായി. ഈ ഒരു കാഴ്ചപ്പാട് ഷിയാക്കളുടെ അത് മറ്റും വേറെ തന്നെ ഒരു കാഴ്ചപ്പാടാണ്. അഹമ്മദിയത്തെ സംബന്ധിച്ചിടത്തോളം ഖിലാഫത്ത്, പ്രത്യേകിച്ച് അത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖിലാഫത്ത് രാഷ്ട്രത്തിന് ശേഷം വന്ന ഖിലാഫത്ത്, അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അത് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു രണ്ടാമത്തെ ഖലീഫ, ഉസ്മാൻ റളിയല്ലാഹു അൻഹു മൂന്നാമത്തെ ഖലീഫ, അത് അലി റളിയല്ലാഹു അൻഹു നാലാമത്തെ ഖലീഫ. ഇതിലൊരു സംശയവുമില്ല. ഷിയാക്കളുടെ ഇമാം എന്ന് പറഞ്ഞാൽ അവർ പരിശുദ്ധരും അവർ കശുബുണ്ടായ ആളുകളായിരുന്നു. എന്നാൽ ഈ ഖലീഫമാരുടെ സ്ഥാനമെന്ന് പറയുന്നത് അവരെക്കാൾ ഉന്നതമാണ്. സഹാബാക്കളുടെ സ്ഥാനമെന്ന് പറയുന്നത് ഇവരെക്കാൾ ഉയർന്നതാണ്. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാമീപ്യം, അവരുടെ സുഹബത്ത് അവർക്ക് ലഭിക്കുകയുണ്ടായി.
ജമാഅത്തെ അഹമ്മദിനെ സംബന്ധിച്ച് ഇങ്ങനെ ചിന്തിക്കൽ, അതായത് ഷിയാക്കളുടെ പ്രസ്ഥാനം എന്ന് പറയുന്നത് അതൊരിക്കലും ശരിയല്ല. ഈ ഇമാം മഹദി എന്ന കാഴ്ചപ്പാട്ട് കോൺസെപ്റ്റ് ഷിയാക്കളിലുണ്ട്. പ്രത്യേകിച്ച് അത് എല്ലാ ഹദീസ് ഗ്രന്ഥങ്ങളിലുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അത് ഇമാമുക്കും മിൻകും എന്ന് പറയുകയുണ്ടല്ലോ, നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ ഇമാമായിരിക്കും. അപ്പോൾ അതിന് പദപരമായൊരു സാദൃശ്യം ഉണ്ടാകുമെന്നല്ലാണ്ട് വാസ്തവത്തിൽ ജമാഅത്തിൻ്റെ ഷിയ ഫിർഖയുമായിട്ട് ബന്ധമില്ല. അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ യഥാർത്ഥത്തിൽ അനുധാവനം ചെയ്തുകൊണ്ട് ഖുർആൻ്റെ അധ്യാപനങ്ങളാണ് അഹമ്മദി പ്രസ്ഥാന ലോകത്ത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ജസാക്കുല്ലാ. പ്രോഗ്രാമിൻ്റെ എൻ്റെ അടുത്ത ചോദ്യം മുഹത്തറം അഹമ്മദ് കൗസർ സാബിനോടാണ്. സയ്യിദന ഹസ്രത്ത് അഖ്ദസ് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം അരുൾ ചെയ്യുന്നു, അള്ളാഹു ഗോത്രങ്ങളും സമൂഹങ്ങളും ഒക്കെ സൃഷ്ടിച്ചത് ഈ ഒരു നിസാം സ്ഥാപിക്കപ്പെടുന്നതിന് വേണ്ടിയാണ്, പരസ്പരം ബന്ധം സ്ഥാപിക്കുന്നതിന് വേണ്ടി, അവർ പരസ്പരം സഹാനുഭൂതിയും സഹായവും ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഇതേ അടിസ്ഥാനത്തിലാണ് ഇമാമത്തും അതിൽ നുബുവത്തും അവൻ സൃഷ്ടിച്ചിട്ടുള്ളത്. ഇതിനെ സംബന്ധിച്ച് കുറച്ച് വിശദീകരണം നൽകിയാലും. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ ഉദാഹരണം നൽകുകയാണ് ചെയ്യുന്നത്. അള്ളാഹു ഗോത്രങ്ങളും കുടുംബങ്ങളും ഒക്കെ സ്ഥാപിച്ചത് എന്തെന്നാൽ പരസ്പരം സഹായിക്കുന്നതിന് വേണ്ടിയാണ്, പരസ്പരം സഹാനുഭൂതി പുലർത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ ഉദാഹരണം നൽകിക്കൊണ്ടാണ് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം അരുളി ചെയ്യുന്നത്, ഇമാമത്തിൻ്റെയും ഖിലാഫത്തിൻ്റെയും സംവിധാനം അതും പരസ്പരം അനുഭൂതിയും അതുപോലെ തന്നെ പരസ്പര ബന്ധവും പരസ്പര സ്നേഹവും അതൊക്കെ പുലർത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ ഒരു ഉദാഹരണം നൽകുകയാണെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഗോത്രങ്ങളുണ്ടായിരുന്നു. ഖുറൈശയുടെ ഗോത്രം, അങ്ങനെ ഒരുപാട് ഗോത്രങ്ങളിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഒരു നിസാം ഉണ്ടായിരുന്നു, അത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖേന അത് സ്ഥാപിക്കപ്പെടുകയുണ്ടായി. അതിൽ ഭൗതികമായിട്ടുള്ള ഇങ്ങനെ കുടുംബപരമായിട്ടുള്ള സിൽസിലകൾ ഉണ്ടായിരുന്നില്ല. അതിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഹസ്രത്ത് ഉമർ, ഹസ്രത്ത് ഉസ്മാൻ, ഹസ്രത്ത് അലി റളിയല്ലാഹു അലൈഹിം ഇവരായിരുന്നു. അവരോടൊപ്പം സൽമാൻ ഫാർസി ഉണ്ടായിരുന്നു, ബിലാൽ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. ഇതൊരു മറ്റൊരു തരത്തിലുള്ളൊരു സംവിധാനമായിരുന്നു. അത് കുടുംബപരമായ സംവിധാനത്തിൽ നിന്ന് വേറിട്ട ഒരു സംഗതിയായിരുന്നു. ഈ കാലഘട്ടത്തിൽ നോക്കുകയാണെങ്കിൽ ഈ റുഹാനിയായിട്ടുള്ള ഈ സംവിധാനം അത് പരസ്പരം സഹാനുഭൂതിയുള്ള അത് 130 വർഷം കഴിഞ്ഞു. മസീഹ് സ്വലാത്തു വസ്സലാം അതാണ് സ്ഥാപിച്ചത്. അത് ഇന്ന് 5ാം ഖിലാഫത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 200-ലധികം രാജ്യങ്ങളിൽ ജമാഅത്ത് സ്ഥാപിതമായി കഴിഞ്ഞു. ഇതിൻ്റെ ഉള്ളിൽ പരസ്പരമുള്ള ഒരു അനുകമ്പ നമുക്ക് കാണാം. ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇവർ പരസ്പരം സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ ഏറ്റവും വലിയ കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അത് ഖിലാഫത്തിൻ്റെ സംവിധാനമാണ്. ഇസ്ലാമിനെ ശരിയായ രീതിയിൽ ജനങ്ങളുടെ ഹൃദയത്തിൽ മനസ്സിൽ പ്രദർശിക്കുക, അവരെ അതനുസരിച്ച് പ്രവർത്തിപ്പിക്കുക, അത് ഖിലാഫത്തിൻ്റെ പ്രവൃത്തിയാണത്. നാം നോക്കുകയാണെങ്കിൽ അത് ഖലീഫത്തുൽ മസീഹ് ഖാമിസ് അല്ലാഹു തആല ബിൻ അബ്ദുൽ അസീസ് തൻ്റെ ഖുതുബകളിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മസീഹ് സ്വലാത്തു വസ്സലാം ഇവരുടെ ഔദാര്യത്തെ സംബന്ധിച്ച്, അവരുടെ പരോപകാരത്തെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് നമുക്ക് കാണാൻ ഈ സമയത്ത് ജമാഅത്തിൻ്റെ തർബീത്ത് ഈ രീതിയിൽ ചെയ്യേണ്ടത് അനിവാര്യമായിരിക്കണം. 200-ലധികം രാജ്യങ്ങളിൽ പ്രചരിച്ച അഹമ്മദികൾ അവരിതിനെ വളരെ സശ്രദ്ധം കേൾക്കുന്നു, അവരതനുസരിച്ച് പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നു. അതിനുശേഷം ഈ കാലഘട്ടത്തിൽ വിർച്വൽ മീറ്റിങ്സിൽ അതിൽ ഖുദാം, അൻസാർ, അത്ഫാൽ ഇവരൊക്കെ വരുന്നു. പീസ് സിംബോസിയം, അതുപോലെ തന്നെ മറ്റ് പരിപാടികൾ, പീസ് കോൺഫറൻസുകൾ, അതിൽ ഹുസൂറിൻ്റെ എല്ലാ പ്രസംഗങ്ങളും നിങ്ങൾ കേട്ടു നോക്കുക. അതിൽ ആ മനുഷ്യരോടുള്ള ആ സഹാനുഭൂതി അത് സംജാതമാക്കാൻ വേണ്ടി ഹുസൂർ തിരുമനസ് അതിന് പ്രാമുഖ്യം നൽകുന്നു.
ഇത് വെറും ഉപദേശത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. അതിൻ്റെ കർമ്മ മാതൃക നിങ്ങൾ നോക്കുക. ആഫ്രിക്കയിലെ കാടുകളിൽ വെള്ളം പോലും കിട്ടാത്ത കാടുകൾ, വനാന്തരങ്ങളിൽ അവർക്കും വേണ്ടിയിട്ട് കാലത്തിൻ്റെ ഖലീഫ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് അവിടെ വെള്ളത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്യുന്നു. അവിടെ എവിടെയാണ് ആരോഗ്യത്തിനുള്ള സംവിധാനമില്ലാത്ത അവിടെ ഹോസ്പിറ്റലുകൾ അവിടെ തുറന്ന് പ്രവർത്തിക്കുന്നു. എവിടെയാണോ ജഹാലത്തിൻ്റെ ഇരുട്ടുകളുള്ളത് അവിടെ ഹുസൂറിൻ്റെ നിർദ്ദേശമനുസരിച്ച് സ്കൂളുകൾ അവിടെ തുറക്കുന്നു. അതുപോലെ തന്നെ ഒരുപാട് ജനസേവന പ്രവർത്തനങ്ങൾ അത് ഹുസൂറിൻ്റെ ഭാഗത്തു നിന്ന് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഖിലാഫത്ത് കാരണമായിട്ടാണ് ഈ സംവിധാനമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഖിലാഫത്തിനെ ഒന്ന് മാറ്റി നോക്ക്. ഇപ്പോൾ കാലഘട്ടത്തിൽ 72 ഗ്രൂപ്പുകളില്ല മുസ്ലിങ്ങളുടെ, അവരിൽ ഖിലാഫത്തില്ല. എന്താണ് പ്രവൃത്തികളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ലക്ഷക്കണക്കിന് അവർക്ക് സ്വത്തുകൾ അവർക്കുണ്ട്, എന്നാൽ ഒരു തരത്തിലുള്ള ജനസേവന പ്രവർത്തനങ്ങളുമില്ല. ഒന്നും അവർക്ക് കൂട്ടിച്ചേർക്കാനുള്ള ജിസ്മാനി ഭൗതികമായ ബന്ധത്തിൽ ആ ഒരു തുടർച്ച അത് ഇവർക്ക് കാണാൻ സാധിക്കില്ല. ഇന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് ഉണ്ട്, അതങ്ങ് ശരിയായ രീതിയിൽ അതിൻ്റെ സാക്ഷാത്കാരമുണ്ടെങ്കിൽ അത് അഹമ്മദ് ജമാഅത്തിലെ അംഗങ്ങൾ മാത്രമാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ചെയ്യുകയുണ്ടായി, മസലുൽ മുഅ്മിനീന ഫീ തവാദ്ദിഹിം വ തറാഹുമിഹിം വ തആതുഫിഹിം മിസ്ലൽ ജസദി ഇദഷ്തകാ മിൻഹു ഉസൂൻ തദാലഹു സാരി ജസദി സാരി വൽ ഹുമ്മ. നബി സല്ലല്ലാഹു തിരുമേനി പറയുകയുണ്ടായി, മുഅ്മിനീങ്ങളുടെ ഉദാഹരണം ഒരു പരസ്പരം സ്നേഹിക്കുന്ന പരസ്പരം കാരുണ്യം കാണിക്കുന്ന പരസ്പരം നല്ല രീതിയിൽ പെരുമാറുന്ന ഒരു ശരീരം പോലെയാണ്. മുസ്ലിം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരു ശരീരം പോലെയാണ്. അതിലേതെങ്കിലും ഭാഗം രോഗം ബാധിച്ചാൽ അത് കാരണം അതിൻ്റെ ശരീരം മുഴുവനും അത് അസ്വസ്ഥമാക്കപ്പെടുന്നു. ഈ അവസ്ഥയാണ് വാസ്തവത്തിൽ ജമാഅത്ത് അഹമ്മദിയുടേത്. ലോകത്ത് എവിടേക്കത് പ്രചരിപ്പിച്ചിട്ടുണ്ടോ, വ്യാപിച്ചിട്ടുണ്ടോ? ഒരു ജമാഅത്തിലെ ഏതെങ്കിലും അംഗങ്ങൾക്ക് അവരുടെ പ്രയാസങ്ങൾ അത് ജമാഅത്ത് മുഴുവനും അത് സ്വന്തം മുകളിൽ ഏറ്റെടുക്കുന്നു. അത് പാകിസ്ഥാനിലെ അഹമ്മദികളിൽ അവരുടെ മേലെ ദുൽമ് നടന്നുകൊണ്ടിരിക്കുന്നു. മുഴുവൻ ജമാഅത്ത് അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ വേദന മുഴുവൻ ജമാഅത്തും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. കാലത്തിൻ്റെ ഖലീഫ എന്ത് കൽപ്പന നൽകുന്നത്? ഈ പ്രയാസങ്ങൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള ചുവടുകൾ ജമാഅത്ത് അങ്ങനെ ചുവടുകൾ വെച്ചുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം ഹുസൂർ പറയുകയുണ്ടായി, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുഅ്മിനു കൽ ബുനിയാൻ യശുദ്ദു ബാസുഹു ബാസൻ ശബ്ബക ബൈന അസബേഹി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണെങ്കിൽ മുഅ്മിനുകളുടെ ഉദാഹരണം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഒരു തൻ്റെ വിരലുകൾ ചേർത്തുകൊണ്ട് പറയുകയുണ്ടായി, ഇങ്ങനെയാണെന്ന്. ബനിയാനും മർസൂസ് ഏതുണ്ടെങ്കിൽ ലോകത്തുണ്ടെങ്കിൽ അത് ജമാഅത്ത് അഹമ്മദിയ മാത്രമാണ്. ഇത് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം അരുളി ചെയ്യുന്നു, ഭൗതികമായ സംവിധാനത്തിനനുസരിച്ച് റൂഹാനിയായിട്ടുള്ള സംവിധാനവും അതും നബുവത്തും ഖിലാഫത്തും മുഖേന മാത്രമേ അത് സ്ഥാപിതമാവുകയുള്ളൂ. മറ്റൊരു രീതിയിലും അത് സ്ഥാപിതമാകുന്നതല്ല, ഭൗതിക സംവിധാനം പോലും. അതുകൊണ്ട് എത്രയെത്ര സംവിധാനങ്ങളുണ്ട്, എന്നാൽ അതിലവർ സ്വാർത്ഥതയാണോ കാണാൻ സാധിക്കുക. അതിൻ്റെ പൂർത്തീകരണത്തിൽ അതെല്ലാം നശിച്ചു ഒടുങ്ങുകയുണ്ടായി. അതുകൊണ്ട് ഇസ്ലാമിൻ്റെ ശരിയായ അധ്യാപനങ്ങളെ നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് പ്രവർത്തിക്കുന്ന ആരാണ് എന്ന് കാണണമെന്നുണ്ടെങ്കിൽ അത് ജമാഅത്ത് അഹമ്മദി മാത്രമാണ്. ജമാഅത്ത് അഹമ്മദിയുടെ അത് സവിശേഷത എന്താണെന്ന് വെച്ചാൽ അവരുടെ ഉള്ളിൽ ഖിലാഫത്തിൻ്റെ നിസാമുണ്ട് എന്നുള്ളതാണ്. ഖിലാഫത്തിൻ്റെ സംവിധാനത്തിനുള്ള അനുഗ്രഹം കൊണ്ടാണ് മുസ്ലിം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നബുവത്ത് ഇമാമത്തിൻ കൊണ്ടാണ് അതിൻ്റെ റൂഹാനിയായിട്ടുള്ള അതിൻ്റെ റൂഹാനിയത്തിനുള്ള അതിൻ്റെ ഭൗതികം നന്നായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ഹൃദയം എന്ന് പറയുന്നത് അത് ഖിലാഫത്താണ്. ഖിലാഫത്ത് മുഖേനയാണ് ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഹുസൂർ അയ്യൂബ് തആല ബിൻ അബ്ദുൽ അസീസ് തൻ്റെ ഖുതുബ നൽകുകയുണ്ടായി ഇന്നലെ. അത് മസീഹ് സ്വല്ലല്ലാഹു വസ്സലാമിൻ്റെ പരോപകാരത്തെ സംബന്ധിച്ചും ഔദാര്യത്തെ സംബന്ധിച്ചും പറയുകയുണ്ടായി. ഈ ഖിലാഫത്ത് നമുക്ക് പഠിപ്പിച്ചു തന്ന ഈ സംഗതി
ഈ കാലഘട്ടത്തിൽ ആവശ്യമുള്ളത് ഈ ധാർമ്മിക ഗുണങ്ങൾ അവലംബിക്കേണ്ട ആവശ്യകതയാണുള്ളത്. ഈ ഗുണങ്ങൾ അവലംബിക്കേണ്ട ആവശ്യകതയാണുള്ളത് ഈ കാലഘട്ടത്തിൽ. അപ്പോൾ മാത്രമേ ലോകത്ത് മനുഷ്യത്വം നിലനിൽക്കുകയുള്ളൂ. ഇത് ഹുസൂറിൻ്റെ വാക്കുകൾ ജമാഅത്തങ്ങൾ ലോകത്ത് കേൾക്കുമ്പോൾ അവരുടെ ഉള്ളിൽ സഹാനുഭൂതിയുടെ വികാരം അവരിൽ ഉണ്ടാകുന്നു, അവരിൽ സഹോദര്യത്തിൻ്റെ വികാരം അവരിൽ ഉണ്ടാകുന്നു, സാഹോദര്യപരമായ ബന്ധം അവരിൽ ഉത്ഭവിക്കുന്നു. അങ്ങനെ ജനങ്ങൾ നോക്കുക, ഈ തരീക്കയാണ്, ഈ രീതിയാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ഹസ്രത്ത് ബിലാൽ എല്ലാവരും അദ്ദേഹത്തെ ആദരിക്കാറുണ്ടായിരുന്നു. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. ജമാഅത്തിൽ ആദരവിൻ്റെ നിലവാരം അത് തഖ്വയാണ്. അത് മുസ്ലിം സ്വലാത്തു വസ്സലാം ഉദാഹരണം നൽകിയത് ഭൗതികമായ സംവിധാനം, അതിൽ നിങ്ങൾ ചിന്തിക്കുക, അവിടെയാണ് ഹൃദയം മിടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അപ്പോൾ എല്ലാ ശരീരത്തിലും അത് ഹർക്കത്തുണ്ടാകുന്നു. ഇതേപോലെ നമ്മുടെ ആത്മീയമായ സംവിധാനം, അതിലെ നുബുവത്തിന് ശേഷം ഖിലാഫത്ത് ഈ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നു. ജമാഅത്തിനെ അത് ദൃഢമാക്കിക്കൊണ്ടിരിക്കുന്നു. ജമാഅത്തിൻ്റെ ഉള്ളിൽ ഒരു സഹാനുഭൂതി, അനുകമ്പാപരമായ ചിന്തകൾ അത് വികസിച്ചു വരുന്നു. അതിനു വേണ്ടിയുള്ള പല പദ്ധതികൾ ആവിഷ്കരിക്കപ്പെടുന്നു. ജസാക്കുമുള്ള. അടുത്ത ചോദ്യം മൗലാന ഷേഖ് മുജാമിൽ ശാസ്ത്രിയാണ്. ആരെയാണ് കാലത്തിൻ്റെ ഇമാം എന്ന് പറയുന്നത്? അതിൻ്റെ അടയാളങ്ങൾ എന്തൊക്കെയാണ്? ഒരു സാധാരണ മനുഷ്യനെ എങ്ങനെയാണ് അവരെ തിരിച്ചറിയാൻ സാധിക്കുക? ജസാക്കുമുള്ള. കാലത്തിൻ്റെ ഇമാം എന്ന് പറയുന്നത് ആരെയാണ്? കാലത്തിൻ്റെ ഇമാം യഥാർത്ഥത്തിൽ അറബി വാക്കാണ്. അതിൻ്റെ വാക്കർത്ഥം കാലത്തിൻ്റെ ഇമാം എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഇമാം എന്ന വാക്കിനെ അതിൽ ചിന്തിക്കേണ്ടതുണ്ട്. അറബിയിൽ അതിൽ എന്തൊക്കെ അർത്ഥമുണ്ടെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അറബി ഭാഷയിലെ ശ്രേഷ്ഠത എന്തെന്നാൽ ഓരോ വാക്കിനും അത് എന്തുകൊണ്ടാണ് ആ പേര് വെച്ചെന്ന് അത് പറയുന്നു. ഉദാഹരണമായി ഉറുദുവിൽ ഹൃദയത്തിന് ദിൽ എന്ന് പറയുന്നു. ദിൽ അതിന് പേരിട്ടുണ്ട്, അതിന് പ്രത്യേക കാരണം നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. എന്നാൽ ഈ വാക്കിനെ അറബിയിൽ ഖൽബ് എന്നാണ് പറയുന്നത്. ഖൽബ് എന്ന് പറഞ്ഞാൽ തിരിക്കുക, മറിക്കുക, പമ്പ് ചെയ്യുക എന്നുള്ളത്. ആ വാക്കിൽ തന്നെ അതിൻ്റെ വിശദീകരണമുണ്ട്. ഇമാമിൻ്റെ അർത്ഥം നാം നിഘണ്ടുവിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് 3 എണ്ണം കാണാം. ഒന്ന്, മിസ്ത്രികളുടെ കയ്യിലെ നൂവ്, ആ മതിലിനെ നേരെ ആക്കാനുള്ള ആ ഒരു നൂല്. അതിൽ പറഞ്ഞിട്ടുള്ള ഒരു സാമ്യത എന്തെന്നാൽ, അതായത് സമുദായത്തിലുള്ള വക്രതയെ നേരെയാക്കുന്ന ഒരാളാണ് ഇമാം എന്ന് പറയുന്നത്. അതായത് ആ ഒരു മിസ്ത്രിയുടെ കയ്യിലുള്ള ആ ഒരു നൂല് അത് ആ ഒരു മതിലിനെ നേരെയാക്കുന്നത് പോലെ, അതാണ് അതിൻ്റെ ആദ്യത്തെ അർത്ഥം. രണ്ടാമത്തെ അർത്ഥം ഗ്രാൻഡ് റോഡാണ്. അതായത് ഏതൊരു റോഡിലൂടെ പോയിക്കൊണ്ട് അതുമായി കൂടുതൽ ബന്ധം പുലർത്താൻ കഴിയുന്ന ഒരു മാർഗം. അതായത് ഇമാം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്കുള്ള വഴി, മനുഷ്യനെ അള്ളാഹുമായി ബന്ധിപ്പിക്കുന്ന ആ മാർഗം. മൂന്നാമത്തെ അർത്ഥം അവാമ, അതായത് ആംഗ്യം, അതായത് അള്ളാഹുവിൽ നിന്നുള്ള ആംഗ്യം ലഭിച്ചിട്ട് അത് മനുഷ്യനിലേക്ക് എത്തിക്കുന്നു. അതുകൊണ്ട് ആ ഇമാമിനെ പരിപൂർണ്ണം അനുസരിക്കേണ്ടത് അനിവാര്യമാണ്. കാലത്തിൻ്റെ ഇമാം ആരായിരിക്കും? അത് സ്വയം ആ വാക്ക് പറയുന്നത്, അതായത് കാലത്തിൻ്റെ ഇമാം എന്ന് പറയുന്നത് ആ കാലത്തിൻ്റെ വ്യക്തികളുടെ പ്രകൃതത്തെ നേരെയാക്കുക, അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന സഹായം കൊണ്ട് സമൂഹത്തിൻ്റെ ഉള്ളിൽ അവർക്ക് ഒരു അനക്കമുണ്ടാക്കുക, നിങ്ങൾക്ക് ഉത്തമം ഏതാണെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുക. കാലത്തിൻ്റെ ഇമാമിൽ എന്ന വാക്ക് പറയുമ്പോൾ അതുകൊണ്ടുള്ള ഉദ്ദേശം ആ കാലഘട്ടത്തിലെ പ്രവാചകൻ അള്ളാഹുവിൽ നിന്നുള്ള ജ്ഞാനങ്ങളും അറിവുകളും അനുഗ്രഹങ്ങളും ധാരാളമായി ലഭിക്കപ്പെടുന്നു. മറ്റുള്ളവർക്ക് അതിനുമായി എതിർക്കാൻ സാധിക്കില്ല. കാലത്തിൻ്റെ ഇമാം ഇതാണ് എൻ്റെ നിഘണ്ടുവിലർത്ഥം. വിശുദ്ധ ഖുർആനിലും ഇതിനെ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. നബി എന്ന് പറയുന്നത് തങ്ങളുടെ കാലഘട്ടത്തിലുള്ള കാലത്തിൻ്റെ ഇമാമാകുന്നു. സൂറത്തുൽ അംബിയ 74 പറയുന്നു. അതിൽ അള്ളാഹു പറയുന്നു, ഹദ്റത്ത് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനുമായി ബന്ധപ്പെട്ട് ഹദ്റത്ത് ലൂത്ത് അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ച്, ഇസ്ഹാഖ് അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ച് പറയുന്നു. പിന്നെ അവസാനം വജഅൽനാഹു അയിമ്മത്തൻ യഹ്ദൂന, നാം ഇവരെ ഇമാമാക്കിയിരിക്കുന്നു. ഇവർ ചെയ്യുന്നത് എന്താണ്? യഹ്ദൂന, ഇവർ ഹിദായത്ത് നൽകുന്നു, നേർമാർഗം നൽകുന്നു.
നമ്മുടെ കൽപ്പന അനുസരിച്ച്. അപ്പോൾ ഇതിൽ അള്ളാഹുവിൻ്റെ വഹീനനുസരിച്ച്, വഹി വെളിപാടെന്നുള്ള അർത്ഥം ഇതിൽ വരുന്നുണ്ട്, അള്ളാഹുവിൻ്റെ വെളിപാടനുസരിച്ചാണ് ചെയ്യുന്നത്. ഈ കാരണം കൊണ്ടാണ് ഈ ഇമാമിനെ പരിപൂർണമായി അനുസരിക്കേണ്ടി വരുന്നത്. അതിനെ പരിപൂർണ്ണം അനുസരിക്കുന്നവർ അവരുടെ പ്രകൃതം അനുസരിച്ച് അള്ളാഹുവിൽ നിന്നും അനുഗ്രഹങ്ങളും കരസ്ഥമാക്കുന്നു. ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഒരു ഗ്രന്ഥം സറൂത്തുൽ ഇമാം, ഇമാമിൻ്റെ ആവശ്യകത, ചെറിയൊരു ഗ്രന്ഥമാണ്, 40-45 പേജേ ഉള്ളൂ അതിന്. പക്ഷേ അത് വിവരിച്ചിട്ടുള്ള ഒരു വിഷയം അത് വളരെയധികം മഹത്വമുള്ള പ്രാധാന്യമുള്ള വിഷയമാണ്. അത് മനസ്സിലാക്കി തരുന്നത് 1100 വർഷങ്ങൾക്ക് മുമ്പ് ആ വിഷയം വളരെയധികം പ്രാധാന്യം അറിയിക്കുന്നതായിരുന്നു. ഇപ്പോഴും വളരെയധികം ആവശ്യമുള്ളൊരു വിഷയമാണ്. കാലത്തിൻ്റെ ഇമാമിനെ മനസ്സിലാക്കുക, തിരിച്ചറിയുക, അദ്ദേഹത്തിൽ ബയ്യത്ത് ചെയ്യുക, അദ്ദേഹവുമായുള്ള ബന്ധം ദൃഢപ്പെടുത്തി കൊണ്ടുപോവുക ഓരോ കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുള്ള അറിയിക്കുന്ന ഒന്നാണിത്. ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ ഗ്രന്ഥത്തിൽ സ്വയം പറയുന്നു, കാലത്തിൻ്റെ ഇമാമിനെ എന്ന് പറയുന്ന ആരെയാണ്? ഹുദൂറിൻ്റെ വാക്കുകൾ ഇപ്രകാരം ഞാൻ വായിക്കാം. കാലത്തിൻ്റെ ഇമാം എന്ന് പറയുന്നത് ആരുടെ ആത്മീയ ശിക്ഷണമാണോ അള്ളാഹു സ്വയം ഏറ്റെടുത്തിരിക്കുന്നത്, അതിൻ്റെ പ്രകൃതത്തിൽ ഒരു ഇമാമത്തിൻ്റെ ഒരു പ്രകാശം അതിൽ വച്ചിരിക്കുന്നു. ഈ ഭൗതിക ലോകത്തുള്ള എല്ലാ ആൾക്കാരുമായി അദ്ദേഹത്തിന് പ്രതിവാദം നടത്താൻ സാധിക്കും. ഒന്ന്, കാലത്തിൻ്റെ ഇമാമിനെ അള്ളാഹുവാണ് തർബീയത്തിന് കൊടുക്കുന്നത്, ശിക്ഷ നൽകുന്നത്. രണ്ടാമത്, അള്ളാഹു അദ്ദേഹത്തിന് എത്രത്തോളം ജ്ഞാനവും അറിവും നൽകുന്നുവെന്നാൽ അത് എത്രത്തോളം അനുഗ്രഹം എറിയുന്നു എന്നാൽ ആ കാലഘട്ടത്തിലെ എത്ര വലിയ ഫിലോസഫറായാലും എത്ര വലിയ വാദപ്രതി നടത്തുന്നവരായാലും അവർക്ക് ഇദ്ദേഹത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. അത് മസീഹ് ഇസ്ലാം ഇത്രമാത്രമല്ല പറഞ്ഞത്, മറിച്ച് ഓരോ പോയിൻ്റ് എടുത്ത് പറയുന്നുണ്ട്. കാലത്തിൻ്റെ ഇമാമിൻ്റെ അടയാളങ്ങൾ എന്തൊക്കെയാണ്, സാധാരണ മനുഷ്യർക്ക് എങ്ങനെയാണത് മനസ്സിലാക്കാൻ സാധിക്കുക, അതിൽ ചിന്തിക്കാൻ സാധിക്കുക. അത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം കാലത്തിൻ്റെ ഇമാമിനെ സംബന്ധിച്ച് അടയാളങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് പ്രത്യേകമായിട്ട് 6 ഒന്ന്, ഈ ഒരു 6 അടയാളങ്ങൾ ഉണ്ടാകുന്നു. ഒന്നാമത്തത് ഖുവത്തെ അഖ്ലാഖ്, അതായത് ധാർമ്മിക കഴിവുകൾ. അദ്ദേഹത്തിൻ്റെ പ്രകൃതം വളരെ ഉത്തമമായിരിക്കും. ആരെങ്കിലും എന്തെങ്കിലും മോശമായി പറഞ്ഞാലും ഉന്നതമായ ധാർമ്മിക ഗുണങ്ങൾ അദ്ദേഹം പ്രകടിപ്പിക്കുന്നു. രണ്ടാമത്തത് ഖുവത്തെ ഇമാമത്ത്, അതായത് മറ്റൊരു അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ സൽക്കാര്യങ്ങളിൽ അദ്ദേഹം മുന്നിലായിരിക്കും. മൂന്നാമത്തത് വസത്തത്ത് ഫിൽ ഇൽമ്, അതായത് അറിവിൽ വളരെ ഗഹനമായ അറിവുകളുണ്ടായിരിക്കും. വിശുദ്ധ ഖുർആൻ്റെയും മറ്റ് ഹദീസുകളുടെയും മറ്റ് എല്ലാത്തിനെ സംബന്ധിച്ചുള്ള ആ കാലഘട്ടത്തിലുള്ള ആർക്കും എതിർക്കാൻ സാധിക്കാത്ത ആ ഒരു അറിവുണ്ടായിരിക്കും. പ്രത്യേകിച്ച് ഇമാം മെഹദിയെ സംബന്ധിച്ച് പറഞ്ഞപ്പെട്ടിരിക്കുന്നത് മെഹദി ഹിദായത്തുമായിട്ട്, അത് നേർമാർഗവുമായി അദ്ദേഹം നിറക്കപ്പെട്ടതായിരിക്കും എന്നുള്ളതാണ്. അത് മറ്റുള്ളവർക്ക് ആത്മീയമായിട്ടുള്ള ഭക്ഷണത്തളിക വിതരണം ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് വിജ്ഞാനങ്ങൾ. അത് വാങ്ങാൻ ആളുണ്ടാവില്ല, തിരിക്കാൻ ആൾക്കാരുണ്ടാവും എന്ന് പറയുന്നു. 4ാമത്തെ അടയാളം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇക്ബാൽ അല്ല, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അള്ളാഹുവിലേക്ക് അദ്ദേഹം ചായുന്നു. 5ാമത്തേത് അസ്മ്, അത് ലോകത്തിൻ്റെ ഏത് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഉണ്ടായാലും അത് അദ്ദേഹത്തിന് അനക്കാൻ സാധിക്കില്ല. 6ാമത്തേത് അത് ഇൽഹാമുകളും സ്വപ്നങ്ങളും ദർശനങ്ങളുമായിരിക്കും. കാലത്തിൻ്റെ ഇമാമിനെ പറയുന്നത് ആരെ പറയുന്നു, അതിൻ്റെ നിഘണ്ടുവിലുള്ള അർത്ഥം എന്തെല്ലാം പറയുന്നത് അതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇതെല്ലാമല്ല ഹദ്റത്ത് മസീഹ് ഇസ്ലാം സാധാരണ ആൾക്കാരുടെ നന്മയ്ക്ക് വേണ്ടി പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാണ് ഒരു കാലത്തിൻ്റെ ഇമാമിനെ തിരിച്ചറിയാൻ സാധിക്കുന്നത് അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. സത്യ ഇമാമിനെ എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ധാർമ്മിക ഗുണം, ആ ഇമാമിനത്തിലുള്ള ഗുണം, ആ വിജ്ഞാനത്തിലുള്ള അഗ്രഗണ്യത, ദൃഢം, പിന്നീട് അർത്ഥത് കശ്ഫുകളും ഇൽഹാമുകളും അദ്ദേഹത്തിന് ഉണ്ടാവുക. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഇത് വിശദീകരിക്കുക മാത്രമല്ല ചെയ്തത്, മറിച്ച് പ്രത്യേകിച്ച് വളരെ വ്യക്തമായി ലോകത്തിന് പ്രഖ്യാപിച്ചത് ഈ കാലഘട്ടത്തിലെ ഇമാമു സമാൻ, കാലഘട്ടത്തിൻ്റെ ഇമാം ഞാനാകുന്നു. പിന്നീട് മറ്റൊരു പറയുന്നു, ആ അടയാളങ്ങൾ ഇമാമു സമാൻ്റെ അത് എന്നിൽ പൂർത്തിയായിരിക്കുന്നു. ഈ പുസ്തകം ഇതൊക്കെ കാര്യങ്ങളെല്ലാം നിറഞ്ഞിരിക്കുന്നു. യഥാർത്ഥത്തിൽ സാധാരണ മനുഷ്യർക്ക് ഏറ്റവും അനിവാര്യമായ കാര്യം ഹദ്റത്ത് മസീഹ് ഇസ്ലാമിൻ്റെ ആ വാക്കുകളെ തങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് അത് പറയുന്നു. മസീഹ് ഇസ്ലാം പറയുന്നു, തൽസിമു ജമാഅത്തുൽ മുസ്ലിമീൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഇമാമുക്കും, അല്ലയോ മുസ്ലിങ്ങളെ. ഹദ്റത്ത് ഉസൈഫ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഈ ഒരു സന്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു നിർദ്ദേശം ഖിയാമത്ത് നാൾ വരെയുള്ളതാണ്.
അല്ലയോ മുസ്ലിങ്ങളെ, നിങ്ങൾക്ക് അവസാന കാലഘട്ടത്തിൽ ഫിത്തനകളും ഫസാദുമുള്ള അവസാന കാലഘട്ടത്തിൽ നിങ്ങൾ ഒരു ജമാഅത്തുൽ മുസ്ലിമീനെ, അതിന് ഇമാമിൻ്റെ ഒപ്പം നിങ്ങൾ ബന്ധം സ്ഥാപിക്കുക. പ്രത്യക്ഷത്തിൽ പറയുകയാണെങ്കിൽ തങ്ങൾ ഇമാമിൽ നിന്ന് ഒരാൾക്ക് പറയാതിരിക്കാം, ഒരു മൊഹല്ലയിലെ ഇമാമെന്ന് പറയാം. ഇതിൽ പ്രത്യേകമായി എടുത്ത് പറഞ്ഞിട്ടുള്ളത് ജമാഅത്തുൽ മുസ്ലിമീൻ്റെ അടയാളമാണ്. ആ കാലഘട്ടത്തിൽ പല കക്ഷികളും ഉണ്ടാകും, ധാരാളം ഉണ്ടാകും, അവരുടെ പ്രതാപവും ഉണ്ടായിരിക്കാം. എന്നാൽ മുസ്ലിങ്ങൾക്ക് അനിവാര്യമായിട്ടുള്ളത് ഈ അടയാളങ്ങളുമായി ആ കാലഘട്ടത്തിലെ ഇമാമിനെ നിങ്ങൾ മനസ്സിലാക്കുക, ആ ഇമാമുമായി നിങ്ങൾ ബന്ധം സ്ഥാപിക്കുക. അതിന് വേണ്ടി നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബയ്യത്ത് ചെയ്യാനുള്ള കൽപ്പന നൽകിയിട്ടുള്ളത്. അദ്ദേഹത്തെ ബയ്യത്ത് ചെയ്യുക. ആ ഇമാം നിങ്ങളിൽ നിന്നുള്ള നിങ്ങളുടെ ഇമാമായിരിക്കും. ഇന്ന് ഈ പ്രോഗ്രാം മുഖേന മുസ്ലിങ്ങളോടും വളരെ വിനീതമായി അപേക്ഷിക്കുന്നത്, അവർ ഈ കാലഘട്ടത്തിലെ വാഗ്ദാനം ചെയ്യപ്പെട്ട ഇമാമിനെ, ജമാഅത്ത് അഹ്മദിയുടെ സ്ഥാപകരെ ഹദരത്ത് മിർസ ഗുലാം മുഹമ്മദ് ഖാദിയാനി അലൈഹി സ്വലാത്തു വസ്സലാമിനെ, മസീഹ് മൗദ് മഹദി മൗദ് വസ്സലാമിൻ്റെ വാദത്തെ നിങ്ങൾ ചിന്തിക്കുക. അള്ളാഹുവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുക, കരഞ്ഞ് പ്രാർത്ഥിക്കുക. ഒരു കാലഘട്ടമായി ഈ ഇസ്ലാമിൻ്റെ ഈ അവസ്ഥ എങ്ങനെയായിരിക്കുന്നു, അതിനെ മോക്ഷത്തിനുള്ള ഒരു മാർഗം നീ കാണിച്ചു തരിക. അദ്ദേഹത്തോടൊപ്പം ഞങ്ങൾ ചേർന്നതായിരിക്കും. അദ്ദേഹത്തെ സ്വീകരിക്കണമെന്ന് അള്ളാഹു എല്ലാ മുസ്ലിങ്ങൾക്കും ഇതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇതോടൊപ്പം തന്നെ ഇന്നത്തെ ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇതിൻ്റെ അവസാനത്തിൽ ഞാൻ ഹദരത്ത് മസീഹി മൗദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഒരു ഉദ്ധരണി കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഹദരത്ത് മസീഹി മൗദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ഞാൻ വീണ്ടും പറഞ്ഞു, വന്ന് നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കൂ. എന്നാൽ ആരും വന്നില്ല. ഒരു തീരുമാനത്തിനായി ഞാൻ ഓരോരുത്തരെയും ക്ഷണിച്ചു, എന്നാൽ ആരും ഈ വശത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇസ്തിഖാറ ചെയ്യുക, അള്ളാഹുവിൻ്റെ മുമ്പിൽ കരഞ്ഞു പ്രാർത്ഥിക്കൂ, അവൻ നിങ്ങൾക്ക് സത്യം വെളിപ്പെടുത്തി തരുമെന്ന്. എന്നാൽ നിങ്ങളൊന്നും ചെയ്തില്ല. മാത്രമല്ല, എന്നെ വ്യാജനാക്കുന്നതിൽ നിങ്ങൾ പിന്മാറുമില്ല. ദൈവം എന്നെക്കുറിച്ച് സത്യം അരുളിയതിരിക്കുന്നു. ലോകത്തിലൊരു താക്കീതുകാരൻ വന്നു, എന്നാൽ ലോകം അവനെ സ്വീകരിച്ചില്ല. എങ്കിലും ദൈവം അവനെ സ്വീകരിക്കുകയും കഠിനമായ ആക്രമണങ്ങളിലൂടെ അവൻ്റെ സത്യാവസ്ഥ വെളിപ്പെടുത്തുകയും ചെയ്യും. യഥാർത്ഥത്തിൽ സത്യവാനായ ഒരു മനുഷ്യൻ നശിപ്പിക്കപ്പെടാനും ഇല്ലാതാക്കപ്പെടാനും സാധ്യമാണോ? ദൈവത്തിൻ്റെ പക്ഷത്തു നിന്നുള്ള ഒരു മനുഷ്യൻ നശിച്ചു പോകാനും നാമാവശേഷമാകാനും സാധ്യമാകണോ? അതിനാൽ ജനങ്ങളെ, നിങ്ങൾ ദൈവത്തോട് പോരാടരുത്. ഇത് നിങ്ങളുടെ നന്മയ്ക്കും നിങ്ങളുടെ വിശ്വാസത്തിനും വേണ്ടി ദൈവം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമാണ്. അതിന് നിങ്ങൾ തടസ്സം നിൽക്കരുത്. നിങ്ങൾക്ക് ഇടിമിന്നലിന് മുന്നിൽ എഴുന്നേറ്റ് നിൽക്കാൻ കഴിഞ്ഞേക്കാം, എന്നാൽ ദൈവത്തിന് മുന്നിൽ നിൽക്കാൻ നിങ്ങൾക്ക് ഒരിക്കലും സാധിക്കില്ല. ഈ പ്രസ്ഥാനം ഒരു മനുഷ്യൻ്റെ വശത്തു നിന്നുള്ളായിരുന്നുവെങ്കിൽ നിങ്ങളുടെ ആക്രമണങ്ങളുടെ യാതൊരു ആവശ്യവും ഉണ്ടാകുമായിരുന്നില്ല. ഇതിനെ നശിപ്പിക്കാനും ഇല്ലാതാക്കാനും ദൈവം തന്നെ മതിയാകുമായിരുന്നു. ഖേദകരം, ആകാശം സാക്ഷ്യം വഹിക്കുന്നുണ്ട്, എന്നാൽ നിങ്ങൾ കേൾക്കുന്നില്ല. ഭൂമി അതിൻ്റെ ആവശ്യകത വിളിച്ചോതുന്നുണ്ട്, എന്നാൽ നിങ്ങൾ കാണുന്നില്ല. അല്ലയോ നിർഭാഗ്യവാനായ ജനങ്ങളെ, എഴുന്നേൽക്കൂ. ഈ കഷ്ടപ്പാടിൻ്റെ സമയത്ത് ഇസ്ലാം ശത്രുക്കളുടെ കാൽക്കീഴിൽ ചവിട്ടിമെതിക്കപ്പെടുന്നതും കുറ്റവാളികളെ പോലെ അപമാനിക്കപ്പെടുന്നതും കാണൂ. അത് കളവ് പറയുന്നവരുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടു, അപവിത്രന്മാരായ ആളുകളുടെ കൂട്ടത്തിൽ അത് എഴുതപ്പെട്ടു. അങ്ങനെയെങ്കിൽ ഇത്തരമൊരു ഘട്ടത്തിൽ ദൈവത്തിൻ്റെ അഭിമാനം ഉണരുകയില്ലേ? ഇപ്പോൾ മനസ്സിലാക്കുക, ആകാശം കുനിഞ്ഞു വരികയാണ്. ഓരോ കാതും ഞാൻ നിലനിൽക്കുന്നു, അനൽ മൗജൂദ് എന്ന ശബ്ദം കേൾക്കുന്ന ആ ദിവസം വളരെ അടുത്താണ്. കിതാബുൽ ബരിയ, റൂഹാനി ഖസായിൻ, വാല്യം 13, പേജ് 329, 330. ഇതോടൊപ്പം ഇന്നത്തെ പരിപാടി അവസാനിക്കുകയാണ്. വീണ്ടും ഇൻഷാ അല്ലാഹ് അടുത്ത എപ്പിസോഡുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. അതുവരേക്കും അനുമതി നൽകുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. के यही नूर खुदा पाओगे, लो तुम्हें तौर तसल्ली का बताया हमने। आओ लोगों के यही खुदा पाओगे, लो तुम्हें तौर तसल्ली का बताया